വെൽക്കം ടു ഗ്രേഡിയൻറ്റ്. നമ്മളിന്ന് സോഷ്യൽ സയൻസിലെ 4ാമത്തെ ചാപ്റ്ററാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ചാപ്റ്ററിൻ്റെ പേരാണ് ബേസിക് എക്കണോമിക് പ്രോബ്ലംസ് ആൻഡ് ദ എക്കോണമി. അതായത് നമ്മൾ ആദ്യത്തെ 2 ചാപ്റ്ററും ഹിസ്റ്ററി ആയിരുന്നെങ്കിൽ 3ാമത്തെ ചാപ്റ്റർ ജോഗ്രഫി ആയിരുന്നു. പക്ഷേ ഇന്നത്തെ 4ാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് സോഷ്യൽ സയൻസിലെ എക്കണോമിക്സ് എന്ന് പറയുന്ന ഒരു വിഭാഗം, ഒരു ബ്രാഞ്ചിനകത്ത് നിന്ന് വരുന്നൊരു ചാപ്റ്ററാണ്. നല്ല രസമുള്ളൊരു ചാപ്റ്ററാണ്. കാരണം നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് നമ്മൾ മനുഷ്യന്മാരുടെ തന്നെ കാര്യങ്ങളെ പറ്റിയിട്ടാണ്. സോ മനസ്സിലാക്കി പഠിച്ചാൽ ഭയങ്കര ഈസിയാണ് എക്കണോമിക്സ്. പക്ഷെ പ്രശ്നം വരുന്നത് ഞാൻ ആ പറഞ്ഞ കാര്യത്തിനകത്താണ്. മനസ്സിലാക്കി പഠിക്കണം. മനസ്സിലാക്കാതെ കുറേ കാണാപ്പാഠം പഠിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് എങ്ങനെ പഠിക്കാമെന്ന് നോക്കാം. സോ ആദ്യമായിട്ടാണ് നിങ്ങൾ ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. ഈ കാണുന്ന PDF നോട്ട് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ചാനൽ ജോയിൻ ചെയ്യുക. ടെലഗ്രാം ചാനൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. വാട്സാപ്പ് ചാനൽ ലിങ്കും ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ഏതെങ്കിലും ജോയിൻ ചെയ്യുക. ടെലഗ്രാമിൽ ജോയിൻ ചെയ്യുന്നതാണ് ഏറ്റവും ഉചിതം. തുടങ്ങാമല്ലോ. അപ്പോൾ എന്താണ് ഒരു ബേസിക് എക്കണോമിക് പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അപ്പോൾ ഈ ബേസിക് എക്കണോമിക് പ്രോബ്ലത്തിലോട്ടൊക്കെ പോകുന്നതിന് മുന്നേ നമുക്ക് ആദ്യം ഒരു സിമ്പിൾ കാര്യം നോക്കാം. എടാ, നമ്മൾ ഈ എക്കോണമി എന്നൊക്കെ പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് സാധനങ്ങൾ വാങ്ങുക, വിൽക്കുക, അല്ലെ, മാർക്കറ്റ്, ഇങ്ങനെ ഷോപ്പ്, ഈ ഒരു കാര്യങ്ങളായിരിക്കും നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നത്. അതൊക്കെ ആണല്ലോ. അപ്പോൾ നമ്മൾ എപ്പോഴാണ് ഒരു സാധനം വാങ്ങുന്നത്, അല്ലെങ്കിൽ നമ്മൾ എന്തിനാണ് ഒരു സാധനം വാങ്ങുന്നത്? ഇവിടെ നമ്മൾ മനുഷ്യന്മാരെടുക്കുകയാണെങ്കിൽ നമ്മൾ മനുഷ്യന്മാർക്കെല്ലാം എന്തുണ്ട്? നീഡുണ്ട്. എന്തുണ്ട്? നീഡുണ്ട്. നീഡെന്ന് വെച്ചാൽ ആവശ്യം. നമുക്ക് എല്ലാവർക്കും ആവശ്യമുണ്ട്, അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച്, നിങ്ങൾ ഒരു ദിവസം ഉറക്കം എണീക്കുന്നത് മുതൽ എന്തൊക്കെ ആവശ്യങ്ങളാണ് നിങ്ങൾക്ക്? രാവിലെ എണീക്കുമ്പോൾ തന്നെ ഒരു ചായ കിട്ടിയാൽ കൊള്ളാം. ചായ കിട്ടണമെങ്കിൽ പാല് വേണം. പാല് വീട്ടിലുണ്ടാക്കാൻ പറ്റാത്തവർ, അല്ലെങ്കിൽ വീട്ടിൽ പശു ഇല്ലാത്തവർ പുറത്തുനിന്ന് കടയിൽ നിന്ന് വാങ്ങേണ്ടി വരും. തേയിലപ്പൊടി വാങ്ങേണ്ടി വരും. പഞ്ചസാര വാങ്ങേണ്ടി വരും. ഇതൊക്കെ ചെയ്തു തരാനായിട്ട് അമ്മയോ, അല്ലേ, സഹോദരനോ ആരെങ്കിലുമൊക്കെ, അല്ലെ സഹോദരിയോ ആരെങ്കിലുമൊക്കെ വേണ്ടേ? അച്ഛനോ ഒക്കെ വേണ്ടേ? അപ്പോൾ നമുക്ക് അങ്ങനെ ഒരുപാട് ആവശ്യങ്ങളാണ്. ഞാൻ ജസ്റ്റ് ഒരു ബേസിക് ആയിട്ട് ഒരു ചെറിയ ആവശ്യം പറഞ്ഞതാണ്. ഇതുപോലെ ഭയങ്കര ആവശ്യങ്ങളാണ്, അല്ലേ? ശ്വസിക്കണം, ഓക്സിജൻ വേണം, ആവശ്യമാണ്, അല്ലേ? കുടിക്കണം, ദാഹിക്കുന്നു, വെള്ളം വേണം, ആവശ്യമാണ്. ചൂടെടുക്കുന്നു, ഫാൻ ഇടണം, ഫാന് വേണം, കറണ്ട് വേണം. അങ്ങനെ നമ്മൾ മനുഷ്യന്മാർക്ക് ഇങ്ങനെ ആവശ്യങ്ങൾ ഒരുപാടുണ്ട്. ഈ ആവശ്യങ്ങളൊക്കെ സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം? നമുക്ക് ഗുഡ്സ് വേണം, നമുക്ക് സാധനങ്ങൾ വേണം, അല്ലെങ്കിൽ നമുക്ക് എന്ത് വേണം? സർവീസ് അഥവാ സേവനം വേണം. ഇത്രയേ ഉള്ളൂ സംഭവം. മനുഷ്യന്മാർക്ക് ഒരുപാട് ആവശ്യങ്ങളുണ്ട്. ഈ ആവശ്യങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യാൻ നമുക്ക് സാധനങ്ങളോ സേവനങ്ങളോ വേണം, അല്ലേ? സാധനം ചിലപ്പോൾ പ്രോഡക്റ്റായിട്ട് നമ്മൾ വാങ്ങുന്നതായിരിക്കാം, അല്ലെങ്കിൽ സേവനമായിരിക്കാം. ഇങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. അപ്പോൾ ഈ പ്രോഡക്റ്റ്, ഗുഡ്സ് ആൻഡ് സർവീസസ്, ചിലത് നമ്മൾ പൈസ കൊടുത്ത് വാങ്ങേണ്ടി വരും, ചിലത് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും. അങ്ങനെ കിട്ടുന്നതിലൂടെ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ആവശ്യങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യും. ഇത്രയേ ഉള്ളൂ സംഭവം. മനുഷ്യൻ്റെ എക്കോണമിക് ആയിട്ടുള്ള കാര്യം ഇത്രയേ ഉള്ളൂ. ഇത് എങ്ങനെയൊക്കെയാണ് നടക്കുന്നതെന്ന് നമ്മൾ ഈ ചാപ്റ്റർ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ഈ നീഡിലോട്ട് തന്നെയാണ് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോകുന്നത്. എന്താണ് ഒരു മനുഷ്യൻ്റെ നീഡെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറയുന്ന ഡെഫിനിഷൻ നോക്കി. നീഡ് ഈസ് സംതിങ് റിക്വയർഡ് ഫോർ എ സേഫ്, സ്റ്റേബിൾ ആൻഡ് ഹെൽത്തി ലൈഫ്. ഒരു മനുഷ്യന് സേഫും സ്റ്റേബിളും ഹെൽത്തി ആയിട്ടുള്ളൊരു ജീവിതം നയിക്കാൻ വേണ്ടിയിട്ട് കുറേ സാധനങ്ങളുടെ ആവശ്യമുണ്ട്. ആ സാധനങ്ങളെയാണ് നമ്മൾ ഹ്യൂമൻ നീഡ്സ് എന്ന് വിളിക്കുന്നത്. ഈ ഹ്യൂമൻ നീഡ്സിന് നമുക്ക് പ്രധാനമായിട്ടും 2ആയിട്ട് തിരിക്കാൻ പറ്റും. ഒന്ന് ബേസിക് നീഡ്, ബേസിക് ആയിട്ടുള്ള ആവശ്യങ്ങൾ, അതില്ലെങ്കിൽ പിന്നെ മുന്നോട്ട് പോക്കൽ ബുദ്ധിമുട്ടാണ്. മറ്റൊന്ന് ഗ്രാറ്റിഫയിങ് നീഡ്. എന്നിങ്ങനെ നമുക്ക് ആവശ്യങ്ങളെ 2ആയിട്ട് തിരിക്കാം. ബേസിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ആഹാരം, വസ്ത്രം, പാർപ്പിടം, ഇതൊന്നും ഒഴിച്ചുകൂടാൻ പറ്റാത്ത സാധനങ്ങളാണ്, അല്ലേ? ദീസ് ആർ എസെൻഷ്യൽ ഫോർ ദി സർവൈവൽ ഓഫ് ഹ്യൂമൻ ലൈഫ്, അല്ലേ? മനുഷ്യൻ ജീവിക്കാൻ ഇതില്ലാതെ പറ്റത്തില്ല. അങ്ങനെയുള്ള സാധനങ്ങളാണ് നമ്മൾ ബേസിക് നീഡുകൾ എന്ന് വിളിക്കുന്നത്. നേരെ മറിച്ച് നമ്മൾ കുറച്ച് റിച്ചാണ്, നമുക്ക് കുറച്ച് കാശൊക്കെ ഉണ്ട്, നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് കുറച്ചുകൂടി കംഫർട്ടബിളും എൻജോയബിളും ഒക്കെ ആക്കണം ജീവിതം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് വേണം? നമുക്ക് കുറച്ച് ലക്ഷറി കാർ, ലംബോർഗിനി കാറൊക്കെ വേണം, അല്ലെങ്കിൽ റോൾസ് റോയ്സ് ഒക്കെ വേണം. സ്വർണ്ണം, പെൺകുട്ടികളൊക്കെ ആണെങ്കിൽ കുറച്ച് സ്വർണ്ണങ്ങൾ വാങ്ങിച്ചിട്ട്, ഡയമണ്ടൊക്കെ വാങ്ങിച്ചിട്ട് ഇഷ്ടമാണ്. കോസ്റ്റ്ലി ഡ്രസ്സ് പോലെയുള്ള പല സാധനങ്ങളും ഉണ്ടാവും. ഇതെന്ത് പറ്റും? ദേ ആർ നീഡഡ് ദാറ്റ് മേക്ക് ലൈഫ് മോർ കംഫർട്ടബിൾ ആൻഡ് എൻജോയബിൾ, അല്ലേ? AC വേണം, അല്ലേ? നമുക്ക് അങ്ങനെ ഒരുപാട് നമ്മുടെ എന്താണ് ആവശ്യം എന്ന് വെച്ചാൽ അത് ഇല്ലെങ്കിലും പറ്റും, എന്നാലും കിട്ടിയാൽ കുറച്ച് സുഖമാണ്. അങ്ങനെയുള്ളത് നമുക്ക് എന്ത് വിളിക്കാം? ഗ്രാറ്റിഫൈങ് നീഡ്സ് എന്ന് വിളിക്കാം. അപ്പോൾ ഒന്നാമത്തെ പോയിന്റ്, നീഡ്സ് എത്ര ടൈപ്പ് ഉണ്ട്? മനുഷ്യന്മാരുടെ ആവശ്യങ്ങൾ 2 തരത്തിലാണ് ഉള്ളത്. ഒന്ന് ബേസിക് ആയിട്ടുള്ള നീഡ്സ്, അല്ലേ? ദ എസെൻഷ്യൽ നീഡ്സ്, അല്ലേ? അതാണ് എന്തെന്ന് പറയുന്നത്? ബേസിക് നീഡ്സ് എന്ന് പറയുന്നത്. മറ്റൊന്നാണ് എന്ത്? നമ്മൾ ഈ പറയുന്ന സുഖം കിട്ടുന്ന സാധനങ്ങൾ, ഗ്രാറ്റിഫൈങ് നീഡ്സ് എന്നിങ്ങനെ നമുക്ക് നീഡ്സിന് എത്രയായിട്ട് തിരിക്കാടാ? 2ആയിട്ട് തിരിക്കാം, അല്ലേ? നമ്മുടെ ലൈഫിൽ കുറച്ച് ബേസിക് നീഡ്സും ഗ്രാറ്റിഫൈങ് നീഡ്സും കണ്ടെത്താൻ ടെക്സ്റ്റ് ബുക്ക് ചോദിച്ചിട്ടുണ്ട്.
നമുക്ക് ഞാൻ എന്താ ഇവിടെ കണ്ടെത്തി തന്നിട്ടുമുണ്ട്, നിങ്ങൾക്ക് അതെടുത്ത് എഴുതാൻ പറ്റുമല്ലോ അല്ലേ. അപ്പോൾ അതാണ് നമുക്ക് നീഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, നീഡ്സ് ആർ ഫുൾഫിൽഡ് ത്രൂ പ്രോപ്പർ യൂസ് ഓഫ് വേരിയസ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ഞാൻ പറഞ്ഞു അല്ലേ, ഈ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാനാണ് നമുക്ക് എന്ത് വേണ്ടത്, ഗുഡ്സും സർവീസസും ആവശ്യമായിട്ട് വരുന്നത്. അപ്പോൾ നോക്കിയോ, ദ എസെൻഷ്യൽ നീഡ്സ് ഫോർ സർവൈവൽ ഓഫ് ലൈഫ് സച്ച് as ഫുഡ്, ക്ലോത്തിങ് ആൻഡ് ഷെൽട്ടർ ക്യാൻ ബി കോൾഡ് as basic needs. But all the goods and services that we use in our daily life only to satisfy our basic needs എന്ന് വെച്ചാൽ ചോദിക്കുകയാണ്, നിങ്ങൾ ഉപയോഗിക്കുന്ന എല്ലാ സാധനവും നിങ്ങളുടെ ബേസിക് നീഡ്സിന് വേണ്ടി മാത്രമാണോ? അല്ല, കുറച്ച് സുഖം നമുക്ക് വേണം അല്ലേ. there are certain needs that make our life more comfortable and happy. കുറച്ചുകൂടി ഹാപ്പി ആക്കും മൊബൈൽ, ഇൻ്റർനെറ്റ്, കമ്പ്യൂട്ടർ അല്ലേ, അതൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി സുഖമാണ്, ലൈഫ് കുറച്ചുകൂടി ഈസി ആവും, കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി സ്മൂത്ത് ആവും. അങ്ങനെയുള്ള നമ്മൾ ഗ്രാറ്റിഫൈങ് നീഡ്സ് എന്ന് വിളിക്കും. ഓക്കെ മക്കളെ, സെറ്റ് ആണല്ലോ. നീഡ്സ് രണ്ട് ടൈപ്പ് എന്തൊക്കെയാണ്, ബേസിക് നീഡ്സും ഗ്രാറ്റിഫൈങ് നീഡ്സും. ബേസിക് നീഡ്സും ഗ്രാറ്റിഫൈങ് നീഡ്സും. അങ്ങനെ ആവശ്യങ്ങൾ, നീഡ്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് നമുക്ക് നോക്കിയാലോ. എന്തൊക്കെയാണ് നീഡ്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, നമ്മുടെ നീഡ്സ് എന്ന് പറയുന്നത് ഒരു കാരണവശാൽ ഒരു മനുഷ്യനെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, എണ്ണാൻ പറ്റത്തില്ല, ഇന്നമ്പറബിൾ ആണ് അല്ലേ. എന്താണ് ഇന്നമ്പറബിൾ? എണ്ണാൻ സാധിക്കത്തില്ല, കൗണ്ട് ചെയ്യാൻ പറ്റത്തില്ല, എണ്ണമറ്റ ആവശ്യങ്ങളാണ്. അതുപോലെ അത് ഡൈവേഴ്സ് ആണ്. എന്ന് വെച്ചാൽ എന്താണ്, ഡൈവേഴ്സ് ആയി പോകുന്നില്ല, ഡൈവേഴ്സ് എന്ന് വെച്ചാൽ എന്താണ്, വ്യത്യസ്തമാണ്, വൈവിധ്യങ്ങൾ നിറഞ്ഞതാണ് അല്ലേ. ഞാൻ പറഞ്ഞില്ലേ, രാവിലെ നമ്മൾ എണീറ്റുള്ള ആവശ്യം എന്തൊക്കെയാണ്, നമുക്ക് ആവശ്യങ്ങളല്ലേ, മനുഷ്യനെ കൊണ്ടുള്ള ആവശ്യം ഒരുപാടുണ്ട് അല്ലേ. നിങ്ങൾ തന്നെ ആലോചിച്ചാൽ മതി, നമുക്ക് ഓരോ കാര്യത്തിനും നമ്മളെ കൂടെ ഒറ്റയ്ക്ക് സാധിക്കത്തില്ല അല്ലേ, നമുക്ക് മറ്റുള്ളവരുടെ ഹെൽപ്പ് വേണം. അപ്പോൾ അതാ പറയുന്നത്, ഹ്യൂമൻ നീഡ്സ് ആർ ഡൈവേഴ്സ് ആൻഡ് എന്താണ്, ഇന്നമ്പറബിൾ ആണ്. നെക്സ്റ്റ്, സം നീഡ്സ് ക്യാൻ ബി മെറ്റ് എലോൺ വൈൽ അതർ ത്രൂ കളക്റ്റീവ് എഫേർട്സ്. ചിലത് നമുക്ക് സ്വയം അങ്ങ് ചെയ്യാൻ പറ്റും. രാവിലെ എണീക്കണം, എൻ്റെ തലയിൽ എന്തോ ചൊറിയുന്നു, ഞാനിങ്ങനെ ചൊറിഞ്ഞു, ഞാൻ സ്വന്തമായിട്ട് നീഡ് സാറ്റിസ്ഫൈ ചെയ്തില്ലേ, ചുമ്മാ ഞാൻ എക്സാമ്പിൾ പറഞ്ഞതാ. ചില കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് സ്വന്തമായിട്ട് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റും, ചിലതിന് നമുക്ക് മറ്റുള്ളവരുടെ ഹെൽപ്പ് വേണം. ഉദാഹരണം, പാർപ്പിടം അഥവാ ഷെൽട്ടർ, നമ്മളെ വീടെന്ന് പറയുന്നത്. ഓക്കെ, ഷെൽട്ടർ. ഈ ഷെൽട്ടർ എന്ന് പറയുന്നത് പലപ്പോഴും നമുക്ക് ഇൻഡിവിജ്വലി ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. നിങ്ങളുടെ വീട് നിങ്ങൾ ഒറ്റയ്ക്ക് നിങ്ങളുടെ അച്ഛനും അമ്മയും കൂടി ഇരുന്ന് പണിതാണോ? അല്ലല്ലോ, പണിക്കാർ വേണം അല്ലേ, പണിക്കാർ വേണം, സിമെൻറ്റ് വേണം, കല്ല് വേണം, അതുണ്ടാക്കുന്ന ആൾക്കാർ വേണം. സോ കളക്റ്റീവായിട്ടുള്ള എഫേർട്ടിലൂടെയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ചിലത് നമുക്ക് സ്വന്തമായി കിട്ടാം, ചിലത് കളക്റ്റീവ് എഫേർട്ടിലൂടെ കിട്ടും. സെറ്റാണ്. അടുത്ത്, എ നീഡ് വൺസ് ഫുൾഫിൽഡ് മേ ബി റീപീറ്റ്. എന്ന് വെച്ചാൽ എന്താ, വിശക്കുകയാണല്ലേ, വിശക്കുകയാണ്, ഭയങ്കര വിശപ്പാണ്. രാവിലെ എണീറ്റപ്പോൾ കാപ്പി കഴിച്ചു, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു എന്നും പറഞ്ഞു ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കായിരിക്കുമോ? ഇല്ലല്ലോ, നീഡാണ് അല്ലേ. രാവിലത്തെ നീഡ് ചിലപ്പോൾ നമുക്ക് പുട്ടും കടലയാണെങ്കിൽ ഉച്ചക്കത്തെ നീഡ് ചിക്കൻ ബിരിയാണി ആയിട്ട് മാറുമെന്നേ ഉള്ളൂ. പക്ഷേ എന്താണ്, അത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കും. ഓക്കെ, എ നീഡ് വൺസ് ഫുൾഫിൽഡ് മേ ബി റിപ്പീറ്റ്. അസുഖം വന്നു, ഡോക്ടറെ കണ്ടു, ഒരു ദിവസം കണ്ടു എന്ന് പറഞ്ഞാൽ അടുത്ത ഒരു അസുഖം വരുമ്പോൾ വീണ്ടും ഡോക്ടറെ കാണണ്ടേ, വേണ്ടി വരും അല്ലേ. നമുക്ക് അങ്ങനെ നീഡ്സ് ഇങ്ങനെ എന്ന് പറഞ്ഞാൽ അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും അല്ലേ, പലതായിരിക്കും, നമുക്ക് വീണ്ടും യൂസ് ചെയ്യേണ്ടി വരും. അടുത്ത്, നീഡ് വേരി വിത്ത് ടൈം, പ്ലേസ് ആൻഡ് ഇൻഡിവിജ്വൽസ്. അത് മാറിക്കൊണ്ടേ ഇരിക്കും, അത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല അല്ലേ. ആവശ്യങ്ങൾ പലതരത്തിലുണ്ട്, സമയത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും അല്ലേ. നിങ്ങൾക്ക് 5ാം ക്ലാസ് പഠിച്ചപ്പോൾ നിങ്ങളുടെ ആവശ്യം എന്ന് പറയുന്നത് എന്തായിരുന്നു, ഒരു സൈക്കിൾ വാങ്ങണം എന്നുള്ളതായിരുന്നു. 18 വയസ്സായപ്പോൾ അത് ബൈക്ക് വേണമെന്നുള്ള ആവശ്യമായി. കുറച്ചുകൂടി കാലങ്ങൾ കഴിഞ്ഞ് പോയപ്പോൾ അത് കാറെന്നായി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എന്തായി, വേറെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് മാറും, സ്ഥലത്തിനനുസരിച്ച് മാറും അല്ലേ. നിങ്ങൾ നല്ല മഴയൊക്കെ നനഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ്, നിങ്ങൾക്കൊരു ചൂട് ചായ കുടിക്കില്ല നിങ്ങളുടെ ആവശ്യം എന്ന് പറഞ്ഞ് സമ്മർ സമയത്ത് നേരെ നേരം ചൂട് ചായ കുടിക്കുമോ? ഇല്ല, ചൂടെടുത്തിരിക്കുകയാണ്, ഒരു ഐസ്ക്രീം കിട്ടിയാൽ കൊള്ളാം. സ്ഥലത്തിനനുസരിച്ച് അത് മാറും, വ്യക്തികൾക്കനുസരിച്ചും അതെന്ത് ചെയ്യും, മാറും. ഒരു പെൺകുട്ടിയുടെ കുറച്ച് കാശ് കിട്ടിയാൽ ചിലപ്പോൾ കുറച്ചൊരു ആഭരണം വാങ്ങാൻ ഇഷ്ടം കാണിച്ചെന്ന് വരാം. ഒരു ആൺകുട്ടിയാണെങ്കിൽ ചിലപ്പോൾ എന്തായിരിക്കാം, അവൻ ചിലപ്പോൾ ഒരു ബൈക്കോ അല്ലേ, ഒരു മൊബൈൽ ഫോണോ ഒരു ലാപ്ടോപ്പോ ഒക്കെ വാങ്ങാനായിട്ട് പൈസ ചിലവാക്കുന്ന വരാം. വ്യക്തികൾക്കനുസരിച്ച് മാറും. വിത്ത് ഹ്യൂമൻ പ്രോഗ്രസ് നീഡ്സ് ഓൾസോ ചേഞ്ചസ്. മനുഷ്യൻ്റെ പുരോഗതി കാരണവും ചേഞ്ചുകൾ മാറാം, നീഡ്സുകൾ മാറാം. ഫോർ എക്സാമ്പിൾ ഞാൻ പറയട്ടെ, ഒരു 20 കൊല്ലം മുന്നേ ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത് നമ്മളൊരു നീഡ് ആയിരുന്നേ ഇല്ല. ഇൻ്റർനെറ്റ് ഉണ്ടെങ്കിലും അത് വലിയ പൈസക്കാരുടെ സാധനമാണ്, നമുക്ക് ആവശ്യമില്ലായിരുന്നു. എന്നാൽ ഇന്നത്തെ കാലത്ത് അല്ലേ, കാലം കഴിഞ്ഞു അല്ലേ, നമ്മുടെ മനുഷ്യൻ പ്രോഗ്രസ്ഡായി, നമ്മുടെ കാര്യങ്ങളെല്ലാം ഇപ്പോൾ ഇൻ്റർനെറ്റ് വഴിയാണ് നടക്കുന്നത്. ഞാൻ ഈ ക്ലാസ് എടുക്കുന്നതെന്ന് ആലോചിച്ച് നോക്കി, 15 കൊല്ലം മുമ്പ് ഇങ്ങനത്തെ ഒരു ക്ലാസ്സിനെ പറ്റി ഞങ്ങൾ ചിന്തിക്കാൻ പറ്റത്തില്ല. മൊബൈൽ ഫോൺ എന്ന സാധനമേ നമുക്കറിയില്ല. പക്ഷേ എന്താണ്, ഇന്നറിയാമല്ലോ, അതൊന്നൊരു ആവശ്യമല്ലേ. അപ്പോൾ അന്ന് ആവശ്യമില്ലാത്തത് ഇന്നൊരു ആവശ്യമായിട്ട് മാറാം. അപ്പോൾ ഇതൊക്കെയാണ് നീഡിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്, ഇത് ഒരു വ്യത്യസ്തമാണ് അല്ല, നിങ്ങൾ ആലോചിച്ചാൽ മതി അല്ലേ, ഒരുപാടുണ്ട്. അപ്പോൾ എന്താണ്, അത് വ്യത്യസ്തമാണ്, അത് ഇന്നമ്പറബിൾ ആണ്, എണ്ണാൻ പറ്റത്തില്ല. അത് ചിലപ്പോൾ ഒറ്റയ്ക്കായിരിക്കും സാറ്റിസ്ഫൈ ചെയ്യുന്നത്, ചിലപ്പം ഗ്രൂപ്പിൻ്റെ ആവശ്യമുണ്ട്. ഒരിക്കൽ നമ്മൾ ഫുൾഫിൽ ചെയ്തെന്ന് വെച്ചാൽ വീണ്ടും എന്ത് ചെയ്യും, ആവശ്യമായിട്ട് വന്നെന്ന് വരാം. ഓക്കെ, അപ്പോൾ നമ്മൾ പോവുകയാണ്, നിങ്ങൾ ആലോചിച്ചാൽ നിങ്ങളുടെ ഹോട്ടലിൽ പോകുമെന്ന് ആലോചിച്ചാൽ മതി. ഓക്കെ, ഹോട്ടലിൽ പോവുകയാണെ, ഹോട്ടലിൽ പോയി കഴിഞ്ഞാൽ അത് വെച്ച് നമുക്ക് ക്യാരക്ടേഴ്സ് എന്ത് ചെയ്യാൻ പറ്റും, പഠിക്കാനായിട്ട് പറ്റും. നമ്മൾ ഹോട്ടലിലേക്ക് ചെന്ന് കയറുകയാണ്. അപ്പോൾ ഹോട്ടലിൽ ചെന്ന് കയറുമ്പോഴത്തേക്കും അവിടെ എന്തുണ്ട്, അവിടുത്തെ മെനു കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം, എണ്ണമറ്റ ഇന്നമ്പറബിൾ ആയിട്ടുള്ള സാധനങ്ങളുണ്ട്, വ്യത്യസ്തമുണ്ട് അല്ലെ, വെജ് ഉണ്ട്, നോൺ വെജ് ഉണ്ട്, അങ്ങനെയുണ്ട്. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് കിട്ടി, നിങ്ങളുടെ ഹോട്ടലിൽ കയറി കഴിക്കാൻ പോയി മെനു നോക്കി ഒരുപാട് ഐറ്റം കണ്ടു.
സോ വ്യത്യസ്തമാണ്. സോ എന്താണ് നമ്മുടെ ആവശ്യങ്ങളെന്ന് പറയുന്നത് ഡൈവേഴ്സ് ആണ്. എണ്ണം ഒരുപാടുണ്ട്, നമ്പറൊക്കെ ഇടാതെ അങ്ങനെ പോവുകയാണ് അല്ലേ. ഓക്കെ, അത് ചില ആവശ്യങ്ങൾ നമുക്ക് സ്വന്തമായിട്ട് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റും, ചിലത് മറ്റൊരാൾ ഹെൽപ്പ് വേണം. എന്ന് വെച്ചാൽ എന്താ, വെള്ളം കുടിക്കണം, ഞാൻ കൈകൊണ്ട് എടുത്ത് കുടിച്ചാലേ എൻ്റെ ദാഹം മാറത്തുള്ളൂ. പക്ഷേ ആ വെള്ളം അവിടെ കൊണ്ട് ഒഴിക്കാൻ ഒരു സപ്ലൈയുടെ ആവശ്യമുണ്ട്. അപ്പോൾ ചിലത് നമുക്ക് സ്വന്തമായിട്ട് എലോണായിട്ട് ചെയ്യാൻ, ചിലപ്പോൾ നമുക്ക് എന്താണ് കളക്റ്റീവ് എഫേർട്ട് ആവശ്യമായിട്ട് വരും. ഇനി ഒരു തവണ നമ്മൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഡെസേർട്ട് നമുക്ക് വീണ്ടും ആവശ്യമായിട്ട് വരും. അപ്പോൾ ആഹാരം ഒരു തവണ ഓർഡർ ചെയ്താൽ അത് റിപ്പീറ്റ് ചെയ്ത് വീണ്ടും വേണ്ടി വന്നെന്ന് വരാം. സമയത്തിനും സ്ഥലത്തിനും ഇൻഡിവിജ്വലും അനുസരിച്ച് മാറാം അല്ലേ. കാരണം രാവിലെ നമ്മൾ പോകുമ്പോൾ ഓർഡർ ചെയ്യുന്നതായിരിക്കത്തില്ല ഉച്ചയ്ക്ക് പോകുമ്പോൾ. ഇനി അത് വെജ് ഹോട്ടലിൽ പോകുമ്പോൾ ഓർഡർ ചെയ്യുന്നതായിരിക്കത്തില്ല നോൺ വെജിൽ പോകുമ്പോൾ, അതായിരിക്കത്തില്ല ചൈനീസിൽ പോകുമ്പോൾ അല്ലേ. വ്യക്തികൾക്കനുസരിച്ച് മാറും അല്ലേ. അച്ഛൻ ഓർഡർ ചെയ്യുന്ന പോലെ ആയിരിക്കത്തില്ല അമ്മ ഓർഡർ ചെയ്യുന്ന പോലെ ആയിരിക്കത്തില്ല മകൻ. സോ ഓർത്ത് വയ്ക്കാൻ പറ്റും. മനുഷ്യരുടെ പ്രോഗ്രസ്സിനനുസരിച്ചും ചേഞ്ച് ചെയ്യും അല്ലേ. സാധാരണ പോകുമ്പോൾ പൊറോട്ടയും ചിക്കനും കഴിച്ചവൻ കുറച്ച് കാശ് സൗകര്യമൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ പിzzയും ബർഗറും ഒക്കെ കഴിക്കത്തുള്ളൂ. അപ്പോൾ അതാണ് പ്രോഗ്രസ്. അതും എന്ത് ചെയ്യും, മാറിക്കൊണ്ടേ ഇരിക്കും. സെറ്റാണ്. അപ്പോൾ ആവശ്യങ്ങളെന്ന് പറയുന്നത് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. പോയിന്റുകളൊക്കെ ആണല്ലോ. കോമൺ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് നീഡ്സ് എന്തായിരിക്കും, ഇറ്റ് ഈസ് ഡൈവേഴ്സ് ആൻഡ് ന്യൂമറസ്. എന്തായിരിക്കും, ചിലത് ഇൻഡിവിജ്വലി നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റും, ചിലതിന് കളക്റ്റീവ് എഫേർട്ട് വേണ്ടി വരും. ചിലപ്പോൾ എന്ത് പറ്റും, ഒരിക്കൽ ഫുൾഫിൽ ചെയ്താൽ അത് വീണ്ടും ആവശ്യമായിട്ട് വരും. അത് സമയത്തിനും സ്ഥലത്തിനും ആൾക്കും അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. പ്രോഗ്രസ് അനുസരിച്ചും അത് എന്ത് ചെയ്യും, മാറിക്കൊണ്ടേ ഇരിക്കും. ഓക്കെയാണ്. അപ്പോൾ നമ്മൾ രണ്ട് കാര്യങ്ങൾ പഠിച്ചു അല്ലേ. എന്താണ് ആവശ്യം അല്ലെങ്കിൽ നീഡെന്ന് പഠിച്ചു, നീഡിൻ്റെ എന്താണ് ടൈപ്സ് പഠിച്ചു, നീഡിൻ്റെ ടൈപ്സ് എന്താണെന്ന് പഠിച്ചു, നീഡ്സിൻ്റെ എന്താണ് ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്ന് നമ്മൾ എന്ത് ചെയ്തു, പഠിച്ചു. 3 പോയിന്റ് ഓക്കെയാണ്. അപ്പോൾ ഇനിയാണ് പ്രശ്നം വരുന്നത്. അപ്പോൾ നീഡ്സ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്യാൻ നമുക്ക് എന്ത് വേണോടാ, നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാൻ നമുക്ക് എന്ത് വേണം, നമുക്ക് ഗുഡ്സ് വേണം അല്ലെങ്കിൽ എന്ത് വേണം, സർവീസ് വേണം. അവിടെയാണ് പ്രശ്നം വരുന്നത്. ഈ ഗുഡ്സിൻ്റെ എക്സാമ്പിൾ നമുക്ക് എടുക്കാം. നമുക്ക് കാര്യങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യാൻ നമുക്ക് ഒരുപാട് സാധനങ്ങൾ വേണം. ഈ സാധനങ്ങൾ നമുക്ക് രണ്ടായിട്ട് തിരിച്ചുകൂടെ, ഒന്ന് ആലോചിച്ച് നോക്കടാ. ഒന്ന് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന സാധനവും മറ്റൊന്ന് എന്താണ് നമുക്ക് പൈസ കൊടുത്ത് വാങ്ങാൻ പറ്റുന്ന സാധനവും. എന്തുകൊണ്ടാണ് ചില സാധനങ്ങൾ ഫ്രീ ആയത് ചില സാധനങ്ങൾ പെയ്ഡ് ആയത്, നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ. അപ്പോൾ നിങ്ങൾ പറയും സാറേ ഈ ഡിമാൻഡുള്ള സാധനങ്ങൾക്കാണ് നമ്മൾ പൈസ കൊടുത്ത് വാങ്ങേണ്ടി വരുന്നത്, അല്ലെങ്കിൽ എണ്ണത്തിൽ കുറവായിട്ടുള്ള സാധനങ്ങൾ അല്ലെങ്കിൽ കിട്ടാൻ ബുദ്ധിമുട്ടുള്ള സാധനങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, പൈസ കൊടുത്ത് വാങ്ങേണ്ടത് അല്ലേ. എന്താണ് പൈസ കൊടുത്ത് വാങ്ങേണ്ടത്. കിട്ടാൻ ബുദ്ധിമുട്ടില്ലാത്ത സാധനം നമുക്ക് എന്താണ്, നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും. ഫോർ എക്സാമ്പിൾ ശ്വസിക്കുന്ന വായു ഫ്രീ അല്ലേ, എന്തെങ്കിലും പൈസ കൊടുക്കാറുണ്ടോ, പൈസയ്ക്ക് ഇല്ലല്ലോ. വെള്ളം, അത്യാവശ്യം വെള്ളമൊക്കെ കിട്ടുന്ന ആരാണെങ്കിൽ ഒരു കിണർ ഒഴിച്ചാൽ മതി, അതിന് കുറച്ച് പൈസ ആവുന്നാലും പോട്ടെ, വെള്ളത്തിന് പിന്നെ പൈസ കൊടുക്കണ്ടല്ലോ. നമ്മുടെ സിറ്റിയിലാണ് നിങ്ങൾ താമസിക്കുന്നത്, അവിടെ എന്താ കോർപ്പറേഷൻ പൈപ്പിൽ നിന്നാണ് വെള്ളം വരുന്നത്, ആ വെള്ളത്തിന് പൈസ കൊടുക്കണ്ടേ. എന്തുകൊണ്ടാണ് അങ്ങനെ ആവശ്യം വന്നേ, വെള്ളം എന്ന് പറയുന്ന സാധനം നമുക്ക് നാട്ടിൻ പുറത്ത് എന്താണ് ഫ്രീ ആയിട്ട് കിട്ടും, സിറ്റിയിലോട്ട് പോകുമ്പോൾ അതിൻ്റെ അളവ് കുറവാണ്. സോ നമുക്ക് ചുറ്റുമുള്ള എല്ലാ വസ്തുക്കളും നമ്മുടെ ആവശ്യങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യാൻ ഉപയോഗിക്കാം. ആ വസ്തുക്കൾ നമ്മൾ മൊത്തത്തിൽ വിളിക്കുന്ന പേരാണ് എന്താ, റിസോഴ്സസ്. എന്തുവാണ്, റിസോഴ്സസ്. നമുക്ക് ഉപയോഗമുള്ള എല്ലാ വസ്തുക്കളും നമ്മൾ എന്ത് വിളിക്കൂടാ, റിസോഴ്സസ്. പക്ഷേ ഒരൊറ്റ പ്രശ്നമേ ഉള്ളൂ, ഈ റിസോഴ്സിൻ്റെ അളവെന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും, അത് ലിമിറ്റഡ് ആയിരിക്കും. അതെന്തായിരിക്കും, അത് ഒരു നിശ്ചിത അളവിലേ നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ഈ റിസോഴ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ലിമിറ്റഡ് ആണ്. അപ്പോൾ ലിമിറ്റഡ് ആയിട്ടുള്ള റിസോഴ്സിന് ആവശ്യക്കാർ കൂടുമ്പോൾ അതിൻ്റെ എന്ത് കൂടും, ഡിമാൻഡ് കൂടും. ഡിമാൻഡ് കൂടും. നോക്കണം, ഡിമാൻഡ് മൾട്ടിപ്ലൈസസ് അലോങ് വിത്ത് പ്രോഗ്രസ്. എന്ന് വെച്ചാൽ ഒരു സാധനം നമുക്ക് ആവശ്യമാണ്, അതാണ് നമ്മുടെ നീഡ്. അത് വാങ്ങിച്ച് നമ്മൾ ഉപയോഗിക്കും. അപ്പോൾ ആ ഉപയോഗിക്കുന്ന സാധനത്തിന് നമ്മൾ റിസോഴ്സ് എന്ന് വിളിക്കും. പക്ഷേ റിസോഴ്സിന് ആവശ്യം കൂടുമ്പോൾ അതിന് ഡിമാൻഡും എന്ത് ചെയ്യും, കൂടും. അപ്പോൾ അതനുസരിച്ച് എന്ത് കൂടത്തില്ല, റിസോഴ്സിൻ്റെ അളവ് കൂടത്തില്ല അല്ലെ. വെള്ളം എന്ന് പറയുന്നത് നാട്ടിൻപുറത്ത് അത്യാവശ്യമുണ്ട്, ആവശ്യക്കാർ കുറവാണ്, നിറച്ച് നദികളും പുഴകളും ഒക്കെ കൊണ്ട് നമുക്ക് എടുക്കാം. എന്നാൽ സിറ്റിയിലോട്ട് പോകുമ്പോൾ ആവശ്യക്കാർ കൂടുതലാണ്, പക്ഷേ വെള്ളം അത്രയ്ക്കില്ല. അപ്പോൾ എന്താണ്, പൈസ കൊടുത്ത് നമ്മൾ വാങ്ങേണ്ടതായിട്ട് വരും. അപ്പോൾ ഇത് തന്നെയാണ് നമ്മൾ മറ്റെന്ത് ഗുഡ്സിൻ്റെയും സർവീസസിൻ്റെയും കേസ്. ചിലതിന് നമ്മൾ കാശ് കൊടുക്കേണ്ടി വരുന്നത് അത് എന്തായതുകൊണ്ടാണ്, അതിൻ്റെ ഡിമാൻഡ് കൂടുതലായതുകൊണ്ടും അതിൻ്റെ അളവ് കുറവായതുകൊണ്ടുമാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ആവശ്യങ്ങളുണ്ട്. ആവശ്യങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യാൻ നമുക്ക് എന്ത് വേണം, സാധനങ്ങൾ വേണം, അല്ലെങ്കിൽ എന്ത് വേണം, സേവനങ്ങൾ വേണം. പക്ഷേ ഇതിൻ്റെ അളവെന്ന് പറയുന്നത് എന്താണ്, അത് ലിമിറ്റഡ് ആണ്. സോ നമുക്കിതെല്ലാം വാങ്ങണമെങ്കിൽ നമുക്ക് എന്ത് വേണം, പൈസ വേണം. അപ്പോൾ പൈസ നമ്മൾ എന്തിനു വേണ്ടി ഉപയോഗിക്കണം എന്നുള്ളത് നമ്മുടെ ആവശ്യത്തിൽ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ആണോ അല്ലേ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ആവശ്യങ്ങൾ എപ്പോഴും നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യണം. പ്രയോറിറ്റൈസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഉപയോഗിക്കാനായിട്ട് പാടത്തുള്ളൂ. ഇൻഡിവിജ്വൽസ് പ്രയോറിറ്റൈസ് ഫുൾഫിൽമെൻറ്റ് ഓഫ് ദിയർ ബേസിക് നീഡ്സ്. എന്ന് വെച്ചാൽ എന്ത് സാധനം നമ്മൾ യൂസ് ചെയ്യുമ്പോഴും നമ്മളതിൽ ഇപ്പോൾ നിങ്ങൾ തന്നെ അച്ഛനും അമ്മയുടെ അടുത്ത് ചോദിച്ചാൽ മതി, അവർക്ക് മാസം ശമ്പളം കിട്ടുകയാണ് അല്ലേ, നിങ്ങളുടെ അച്ഛൻ എന്തുകൊണ്ടാണ് ഒരു ഐഫോൺ വാങ്ങിച്ച് ഉപയോഗിക്കാൻ പറ്റാത്തത്, നിങ്ങളുടെ ശമ്പളം കിട്ടാത്തതുകൊണ്ടായിരിക്കുമോ, അല്ല, പുള്ളിക്ക് ഉത്തരവാദിത്തങ്ങൾ ഒരുപാടുണ്ട് അല്ലേ. ഞാൻ ഒരു സാധാരണ ഒരു ആവറേജ് കുടുംബത്തിൻ്റെ കാര്യമാണ് കേട്ടോ പറയുന്നത്, അല്ലാതെ കാശുള്ളവർക്ക് വാങ്ങാൻ പറ്റും അങ്ങനെയല്ല. ഞാൻ ഒരു സാധാരണ എൻ്റെ ക്ലാസ്സൊക്കെ കാണുന്ന സാധാരണക്കാരാണ്.
അത് നമ്മളിപ്പോൾ ഒരു സാധാരണക്കാരുടെ കാര്യം ഞാൻ പറയുന്നത്. അപ്പോൾ എന്താണ്, നമ്മളെ അച്ഛൻ അല്ലേ, ഒരു കാരണവശാലും 99% അവർക്ക് ഒരു ഫോണൊക്കെ, ഒരു ഐഫോണൊക്കെ വാങ്ങാനുള്ള കാശുണ്ടെങ്കിലും അവരൊരിക്കലും ഇത് വാങ്ങത്തില്ല. ഒരു പഴയ ബൈക്കായിരിക്കും ഉപയോഗിക്കുന്നത് അല്ലേ. ഈ ബൈക്ക് തന്നെ കംപ്ലൈൻറ്റ് വരുമ്പോൾ നന്നാക്കിയൊക്കെ അവർ ഉപയോഗിക്കുന്നത്. അവർക്ക് പുതിയ വണ്ടി വാങ്ങാൻ പറ്റാത്തതുകൊണ്ടല്ല, അവരെന്താണ്, അവർക്ക് കിട്ടുന്ന മാസ ശമ്പളത്തിന് അവർ പ്രയോറിറ്റൈസ് ചെയ്യും. കാരണം ശമ്പളം എന്ന് പറയുന്നത് ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള സാധനമാണ്. അത് കൂടിക്കൊണ്ടിരിക്കുകയൊന്നുമില്ല അല്ലേ. അത് കുപ്പിയെന്ന് പറഞ്ഞാൽ ബോധമൊന്നുമല്ലല്ലോ, ചോദിക്കും ഇങ്ങനെ വരുന്നോണ്ടിരിക്കാൻ. അപ്പോൾ അത് ലിമിറ്റഡാണ്. അപ്പോൾ ലിമിറ്റഡ് ആയിട്ടുള്ള സാധനങ്ങൾ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം, പ്രയോറിറ്റൈസ് ചെയ്യണം. നിങ്ങൾ ഇത്ര മാത്രം ഇവിടെ മനസ്സിലാക്കിയാൽ മതി. ഈ പറയുന്ന ഫുൾ പാരഗ്രാഫ് കൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒറ്റ കാര്യമുള്ളൂ. എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നോക്കടാ, നമ്മളെ നീഡ്സ് എന്ന് പറയുന്നത്, നമ്മുടെ ആവശ്യങ്ങൾ എന്ന് പറയുന്നത് നെവർ എൻഡിങ് ആണ്. എന്താണ്, നെവർ എൻഡിങ് ആണ്. ഒരു കാരണവശാലും ഇത് അവസാനിക്കത്തില്ല. പക്ഷേ നമ്മളുടെ കയ്യിലുള്ള റിസോഴ്സുകൾ എന്ന് പറയുന്നത് എന്താണ്, അത് ലിമിറ്റഡ് ആണ്, അതിന് അളവുണ്ട്. സോ ഈ ലിമിറ്റഡായ റിസോഴ്സ് കൊണ്ട് നെവർ എൻഡിങ് ആയ നീഡ്സ് നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ നമ്മൾ നമ്മുടെ റിസോഴ്സുകളെ എന്ത് ചെയ്യണം, പ്രയോറിറ്റൈസ് ചെയ്യണം. എന്ത് ചെയ്യണം, നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യണം. നമ്മൾ അതിനൊരു ഒരു ഓർഡർ വയ്ക്കണം. ആദ്യം എന്തൊക്കെ ചെയ്യണം, എന്ത് ചെയ്യണം എന്നുള്ള കാര്യം നമ്മൾ നോക്കണം. അതാണ് ഇവിടെ പറയുന്നത്. നോക്കി, ഹ്യൂമൻ ഡിമാൻഡ്സ് എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ റിസോഴ്സ് എന്ന് പറയുന്നത് അതനുസരിച്ച് എന്ത് ചെയ്യത്തില്ല, കൂടത്തില്ല. പൈസ റിസോഴ്സായിട്ട് നിങ്ങൾ കൂട്ടിയാൽ മതി. സോ നമ്മൾ എന്ത് ചെയ്യണം, നീഡ്സ് മസ്റ്റ് ബി പ്രയോറിറ്റൈസ്ഡ് ടു യൂസ് റിസോഴ്സസ് എഫക്റ്റീവ്ലി. റിസോഴ്സ് എഫക്റ്റീവായി യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ അതിനെ എന്ത് ചെയ്യണം, പ്രയോറിറ്റൈസ് ചെയ്യണം. ഗുഡ്സ് ആൻഡ് സർവീസസ് ആർ യൂസ്ഡ് വിത്ത് ഓർ വിത്തൗട്ട് പേയ്മെൻറ്റ് ടു ഫുൾഫിൽ ദീസ് നീഡ്സ്. നമ്മൾ നീഡ്സ് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കും. അത്രയും മനസ്സിലാക്കിയാൽ മതി. ഓക്കെ ആണല്ലോ. നമ്മുടെ ആവശ്യങ്ങൾ അവസാനിക്കാത്തതും എന്നാൽ നമ്മുടെ റിസോഴ്സുകൾ ലിമിറ്റഡും ആയതുകൊണ്ട് നമ്മൾ സാധനങ്ങൾ എപ്പോഴും പ്രയോറിറ്റൈസ് ചെയ്ത് മാത്രമേ യൂസ് ചെയ്യാവൂ. അല്ല, നിങ്ങളുടെ വീട്ടുകളിൽ അച്ഛനും അമ്മയും അതുകൊണ്ട് ചെയ്യുന്നത്. അവരെന്താണ്, അവർ കിട്ടുന്ന വരുമാനം അതിൽ നിന്നെടുത്ത് നിങ്ങളുടെ പഠിത്തത്തിന് വേണ്ടിയിട്ട്, ആഹാരത്തിന് വേണ്ടിയിട്ട്, റെൻറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട്, ചികിത്സയ്ക്കോ മറ്റെന്തെങ്കിലും അത്യാവശ്യം വന്നാൽ വേണ്ടിയിട്ടെന്ന് പറഞ്ഞ് അവരിങ്ങനെ മാറ്റി വയ്ക്കുമ്പോൾ അവർക്ക് എന്താണ്, ചിലപ്പോൾ അടിച്ചു പൊളിക്കാനുള്ള കാശൊന്നും കിട്ടിയില്ലെന്ന് വരും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യരുത്, അവരുടെ അടുത്ത് പോയിട്ട് ആവശ്യത്തിന് മാത്രമേ കാര്യങ്ങൾ ചോദിക്കാവൂ. നിങ്ങൾ അടിച്ചു പൊളിക്കാൻ വേണ്ടിയിട്ടുള്ള പൈസയൊന്നും ചോദിച്ച് വീട്ടുകാർ എന്ത് ചെയ്യരുത്, ഒരിക്കലും ബുദ്ധിമുട്ടിപ്പിക്കരുത്. കാരണം അവരുടെ ശമ്പളം എന്ന് പറയുന്നത് ലിമിറ്റഡ് ആണ്. ഇത് ശമ്പളത്തിൻ്റെ എക്സാമ്പിൾ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇത് നിങ്ങളിന്ന് ബ്രോഡായിട്ട് ചിന്തിച്ചേ. ഒരു രാജ്യത്തിൻ്റെ കാര്യം ചിന്തിച്ചേ. ഒരു രാജ്യത്തിൻ്റെ എക്സാമ്പിൾ ഇവിടെ പറയുന്നത്, ഒരു രാജ്യത്ത് ഇതേ അവസ്ഥ തന്നെ അല്ലേ. ഇപ്പോൾ നമ്മുടെ കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ കേരള സർക്കാർ ഒരു പദ്ധതി കൊണ്ടുവരുമ്പോൾ ആലോചിച്ച് നോക്കിയേ, അത് എങ്ങനെ കൊണ്ടുവരണം അല്ലേ. സർക്കാരിൻ്റെ കയ്യിൽ ഖജനാവിൽ കുറച്ച് കാശുണ്ട്, അത് എന്തിനു വേണമെങ്കിലും ഉപയോഗിക്കുക അല്ലേ. അതെന്തിനു ഉപയോഗിക്കണം, പാവപ്പെട്ടവർക്ക് ഉപയോഗം വരണോ മറ്റുള്ളവർക്ക് ഉപയോഗം വരണോ എന്നുള്ളത് അവരെപ്പോഴും പ്രയോറിറ്റൈസ് ചെയ്താണ് യൂസ് ചെയ്യുന്നത്. അതാണ് നമ്മൾ ഇവിടുത്തെ പാരഗ്രാഫിൽ പറയുന്നത്. ഓക്കെ ആണല്ലോ. സോ നോക്കിയേ, ഇവിടെ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. നിങ്ങൾ സ്കൂളിൽ ഒരു വെജിറ്റബിൾ ഫാം തുടങ്ങുകയാണെങ്കിൽ നിങ്ങളിവിടെ എന്തൊക്കെ പ്ലാനിങ് ആണ് നടത്തേണ്ടതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട്. നോക്കിയേ, നിങ്ങളൊരു വെജിറ്റബിൾ ഫാം തുടങ്ങാനാണെങ്കിൽ ഇതിന് മുമ്പ് എടുത്തൊരു പോയിന്റ് പറഞ്ഞില്ല അല്ലേ, മീറ്റിംഗ് ഹ്യൂമൻ നീഡ്സിൻ്റെ ആയിരുന്നു. ഓക്കെ, നീഡ്സ് ആർ മെറ്റ് ബൈ യൂസിങ് വേരിയസ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ഞാൻ ഇപ്പോൾ പറഞ്ഞു, ബേസിക് നീഡ്സ് ആർ ഫുൾഫിൽഡ് ഫസ്റ്റ് ബൈ ഇൻഡിവിജ്വൽ ആൻഡ് സൊസൈറ്റി. അതിൽ എപ്പോഴും നമ്മൾ പ്രയോറിറ്റി കൊടുക്കേണ്ടത് ബേസിക് ആയ ആവശ്യങ്ങൾക്കാണ്. ദ കൺട്രി പ്രൊഡ്യൂസസ് മെനി ഗുഡ്സ് ആൻഡ് സർവീസസ് ടു മീറ്റ് ഓൾ കൈൻഡ്സ് ഓഫ് ദീസ് നീഡ്സ് അല്ലേ. ഒരു രാജ്യം ഇത് ചെയ്യുമ്പോൾ എപ്പോഴും എങ്ങനെയായിരിക്കും, അത്യാവശ്യമുള്ള കാര്യങ്ങൾ ഫുൾഫിൽ ചെയ്യാവുന്ന ലക്ഷ്യത്തോടു കൂടിയായിരിക്കും കാര്യങ്ങൾ ചെയ്യുന്നത്. ഓക്കെയാണ്. ഇനി ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സപ്പോസ് ദ സ്കൂൾ ഡിസൈഡ്സ് ടു പ്രൊഡ്യൂസ് ദ വെജിറ്റബിൾ നീഡഡ് ഫോർ യുവർ സ്കൂൾസ് നൂൺ മീൽ സ്കീം. ഉച്ചഭക്ഷണത്തിന് വേണ്ടിയിട്ട് സ്കൂൾ സ്വന്തമായിട്ട് കൃഷി ചെയ്യാൻ തീരുമാനിച്ചു കഴിയുകയാണ്. ഓക്കെ, വാട്ട് ആർ ദ ഡിസിഷൻസ് ടു ബി ടേക്കൺ റിഗാർഡിംഗ് ദ വെജിറ്റബിൾ ഫാമിംഗ്. എന്തൊക്കെ ഡിസിഷൻസ് ആയിരിക്കും എടുക്കാനുള്ളത്? ഒന്ന്, എന്ത് വെജിറ്റബിൾ ആണ് നമ്മൾ നടേണ്ടത് അല്ലേ. കുറേ വാഴത്തോട്ടം അങ്ങോട്ട് ഉണ്ടാക്കി വെച്ചിട്ട് കാര്യമുണ്ടോ? വാഴ കൃഷി ചെയ്തിട്ട് കാര്യമുണ്ടോ? ഇന്ന് വാഴപ്പഴം പുഴുങ്ങി തിന്നുകൊണ്ടിരിക്കാൻ പറ്റും. ഉച്ചയ്ക്ക് കറിയല്ലേ വേണ്ടത്, അപ്പോൾ അത് വേണം അല്ലേ. വെയർ ടു ഗ്രോ ദം അല്ലേ. കൃഷി ചെയ്താൽ വിചാരിച്ചാൽ പോരെ, സ്കൂൾ ഗ്രൗണ്ട് കുഴിച്ച് നമുക്ക് കൃഷി ചെയ്യാൻ പറ്റുമോ? അപ്പം അതിന് സ്ഥലം കണ്ടെത്തണം അല്ലേ. ഹൂ വിൽ ഡു ദ ഫാമിംഗ്. ആരാ ഫാമിംഗ് ചെയ്യാൻ പോകുന്നത്? നിങ്ങൾ പിള്ളേർ രാവിലെ പോയിട്ട് കൃഷി ചെയ്യുമോ ക്ലാസ്സിൽ കയറാതെ? അതോ ഉച്ച സമയത്ത് പോയി നിങ്ങൾ സഹായിക്കുമോ? ടീച്ചേഴ്സ് ചെയ്യുമോ? അന്വേഷിക്കണ്ടേ? ടൂൾസ് ആൻഡ് മെറ്റീരിയൽസ് റിക്വയർഡ് അല്ലേ. എന്തൊക്കെ അതിന് ടൂൾസ് വേണം? എവിടുന്നാണ് വെള്ളം കിട്ടാൻ പോകുന്നത്? എവിടുന്നാണ് ഫെർട്ടിലൈസർ വാങ്ങാൻ പോകുന്നത്? ഏത് സമയത്താണ് നമ്മൾ കൃഷി ചെയ്യാൻ പോകുന്നത്? അതിനെ കൃമി കീടങ്ങളിൽ നിന്ന് വരാതിരിക്കാൻ വേണ്ടി നമ്മളെങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യണം? ആ കിട്ടുന്ന ഫ്രൂട്ട്സ് നമ്മളെങ്ങനെ സ്റ്റോർ ചെയ്യണം, ഹാർവെസ്റ്റ് ചെയ്യണം, വിൽക്കണം എന്നിങ്ങനെ 100,000 കാര്യങ്ങളാണ് നമുക്ക് ഉള്ളത്. ഇതുപോലെ ഒരു എക്കോണമിയിലും ബേസിക് ആയിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങളുണ്ട്. നമ്മൾ എന്തൊരു കാര്യം ചെയ്യാൻ പോയാലും നമുക്ക് ഈ 3 ചോദ്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ് എക്കണോമിക്സിനെ സംബന്ധിച്ചിടത്തോളം. ആ പ്രശ്നങ്ങളാണ് നമ്മൾ ബേസിക് പ്രോബ്ലം ഓഫ് ദ എക്കോണമി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ബേസിക് എക്കണോമിക് പ്രോബ്ലം എന്ന് പറയുന്നത്. ഞാനൊരു എക്സാമ്പിൾ പറയട്ടെ. നിങ്ങളുടെ സ്കൂളിൽ ഇപ്പോൾ 1 ഏക്കർ വസ്തു ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, 1 ഏക്കർ വസ്തു നിങ്ങളുടെ സ്കൂളിലുണ്ട്. നിങ്ങളുടെ സ്കൂളിൽ ഒരുപാട് കുട്ടികളുമുണ്ട്. അപ്പോൾ ഈ 1 ഏക്കർ വസ്തുവിലാണ് നമ്മൾ കൃഷി ചെയ്യാൻ പോകുന്നത്. എങ്ങനെ കൃഷി ചെയ്യും?
എന്ത് കൃഷി ചെയ്യും, എവിടെ നിന്ന് തുടങ്ങും, കുറേ ചോദ്യങ്ങൾ വരത്തില്ലേ? അപ്പോൾ അതിൽ വരുന്ന ചോദ്യങ്ങൾ നമ്മളൊന്ന് അറേഞ്ച് ചെയ്താൽ അതിന് 3ആയിട്ട് ചുരുക്കാൻ പറ്റും. അതവിടെ പറയുന്നത് എന്താണ്? ഒന്ന്, എന്താണ് നമ്മൾ ഉൽപ്പാദിപ്പിക്കാൻ പോകുന്നത്? വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇത്. വാട്ട് ടു പ്രൊഡ്യൂസ്. അപ്പോൾ ബേസിക് പ്രോബ്ലം ഓഫ് ദ എക്കോണമി പരീക്ഷയ്ക്ക് ചോദിച്ചാൽ നിങ്ങൾ ഇത് തന്നെ പറയണം. ഒന്ന്, വാട്ട് ടു പ്രൊഡ്യൂസ്, എന്ത് ഉൽപ്പാദിപ്പിക്കും. ഹൗ ടു പ്രൊഡ്യൂസ്, എങ്ങനെ ഉൽപ്പാദിപ്പിക്കും. തീർന്നോ? ഫോർ ഹൂം ടു പ്രൊഡ്യൂസ്, ആർക്ക് വേണ്ടിയാണ് നമ്മളത് ഉൽപ്പാദിപ്പിക്കേണ്ടത്. എന്ന് വെച്ചാൽ ഇവിടെ നിങ്ങൾ ആർക്ക് വേണ്ടി എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കണേ, നമ്മൾ ഉൽപ്പാദിപ്പിച്ച സാധനം വാങ്ങാൻ ആൾ വേണം, അല്ലെങ്കിൽ അത് വാങ്ങി ഉപയോഗിക്കാൻ ആൾ വേണമല്ലോ. ആളുണ്ടെങ്കിലല്ലേ അത് ഉൽപ്പാദിപ്പിച്ചിട്ട് കാര്യമുള്ളൂ. അതെ, അപ്പോൾ അത് ആർക്ക് വേണ്ടി എന്നതാണ് നമ്മൾ ഫോർ ഹൂം ടു പ്രൊഡ്യൂസ് എന്ന് ചോദിക്കുന്നത്. എന്ന് വെച്ചാൽ സിമ്പിൾ ഇത്രയേ ഉള്ളൂ. നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന സാധനം എവിടെ കൊണ്ടുപോയി നമ്മൾ വിൽക്കും, നമ്മളത് എവിടെ കൊണ്ടുപോയി വിറ്റ് കാശുണ്ടാക്കും, അതാണ് സംഭവം. അപ്പോൾ നിങ്ങൾ സ്കൂളിലൊക്കെ പഠിച്ചു കഴിഞ്ഞു, നിങ്ങൾ എന്ത് ചെയ്തു, അത്യാവശ്യ വിദ്യാഭ്യാസമൊക്കെ നേടി, നിങ്ങളൊരു MBA എടുത്തു, നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ എന്ത് പ്രൊഡ്യൂസ് ചെയ്യും, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യും, അതാണ് വാട്ട് ടു പ്രൊഡ്യൂസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ എന്ത് സ്റ്റാർട്ട് ചെയ്യും, എന്ത് പ്രൊഡ്യൂസ് ചെയ്യും, നിങ്ങൾക്ക് എന്താണോ അറിയാമെന്നുള്ളത് അത് നിങ്ങൾ ചെയ്യും. ഇപ്പോൾ ഞാൻ എനിക്ക് പഠിപ്പിക്കാൻ അറിയാം, അപ്പോൾ ഞാൻ ട്യൂഷൻ ക്ലാസ് ഇടാൻ തീരുമാനിക്കും. ഓക്കെ, എന്തിടാൻ തീരുമാനിക്കും? ട്യൂഷൻ ക്ലാസ് ഇടാൻ തീരുമാനിക്കും. അപ്പോൾ വാട്ട് ടു പ്രൊഡ്യൂസിന് ഉത്തരം കിട്ടി, ഞാൻ ട്യൂഷൻ ക്ലാസ് ഇടാൻ പോകുന്നു. ഓക്കെ, പഠിപ്പിക്കാൻ അറിയാമെന്നുള്ളതുകൊണ്ട് ട്യൂഷൻ ക്ലാസ് എനിക്ക് പരിചയമുള്ള പരിപാടിയാണ്. ഹൗ ടു പ്രൊഡ്യൂസ് എന്ന് വെച്ചാൽ എങ്ങനെ ട്യൂഷൻ ക്ലാസ് ഉണ്ടാക്കും എന്നാണോ? അതെ, എങ്ങനെ ട്യൂഷൻ ക്ലാസ് ഉണ്ടാക്കും? ഞാൻ കുറേ കാശൊക്കെ ഇറക്കി നമ്മുടെ സിറ്റിയുടെ മെയിൻ സെൻറ്ററിൽ ഒരു ബിൽഡിംഗ് ഒക്കെ എടുത്തിട്ട് നമ്മുടെ വലിയ പ്ലാറ്റ്ഫോംസ് ഒക്കെ ഉണ്ടല്ലോ, സൈലം, അങ്ങനത്തെ വലിയ സെറ്റപ്പ് പ്ലാറ്റ്ഫോംസിന് പോലെ കാശൊക്കെ മുറക്കി ചെയ്യണോ? അതോ എൻ്റെ വീടിനടുത്ത് ഞാൻ എൻ്റെ ഒരു റൂം എടുത്തിട്ട്, അല്ലെ എൻ്റെ വീട്ടിൽ തന്നെ ഹോം ട്യൂഷൻ, സ്പെഷ്യൽ ട്യൂഷൻ എന്ന് ബോർഡ് വെച്ച് തുടങ്ങണോ? ആണോ? ഹൗ ടു പ്രൊഡ്യൂസ് എങ്ങനെ ചെയ്യണമെന്നുണ്ട് എൻ്റെ എല്ലാ പൈസയാണെന്ന് തീരുമാനിക്കുന്ന ഘടകം. അടുത്ത് ഫോർ ഹൂം ടു പ്രൊഡ്യൂസ്, 10ാം ക്ലാസ് കുട്ടിയൊക്കെയാണോ, +1 +2 ആണോ, PSC പിള്ളേർ പഠിപ്പിക്കുന്നതാണോ? അപ്പോൾ ഞാൻ നോക്കുന്നതിൽ ഏത് പിള്ളേർ പഠിപ്പിച്ചാൽ കൂടുതൽ കുട്ടികൾ വരുമോ എൻ്റെ നാട്ടിൽ, അല്ലെങ്കിൽ ഞാൻ എവിടെയാണോ തുടങ്ങുന്നത് അവിടെ നിന്ന് ഏറ്റവും കൂടുതൽ എനിക്ക് ശമ്പളം അല്ലെങ്കിൽ എനിക്ക് ഫീസ് പിരിച്ചെടുക്കാൻ പറ്റുന്ന ഗ്രൂപ്പ് ഓഫ് കുട്ടികളെ ഏതാ, അവർക്ക് ഞാൻ ചെയ്യാം. ഇതല്ലേ സംഭവം, ഇങ്ങനെയല്ലേ നമ്മൾ ചെയ്യുന്നത്. ഇതിനാണ് നമ്മൾ ബേസിക് എക്കണോമിക് പ്രോബ്ലം എന്ന് പറയുന്നത്. നമ്മൾ എന്തൊരു കാര്യം ചെയ്യുമ്പോഴും ഇത് കൺസിഡർ ചെയ്യണം. ഈ ചോദ്യത്തെ പറ്റിയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എന്ത് ചെയ്യാൻ പോകുന്നത്, പഠിക്കാനായിട്ട് പോകുന്നത്. വലിയ പാരഗ്രാഫ് ഉണ്ടൊക്കെ ഇങ്ങനെ കിടക്കുന്നെങ്കിലും സിമ്പിളായിട്ടോ, വലിയ സംഭവമൊന്നുമില്ല, സിമ്പിളാണ്, ഇത്രയേ ഉള്ളൂ സംഭവം. ഓക്കെ, ഇതാ ഇവിടെ വരെ ഉള്ളൂ. ഇത്രയും നമ്മൾ പെട്ടെന്ന് തീർക്കാൻ പോവുകയാണേ, നോക്കിയോ. അപ്പോൾ വാട്ട് ഈസ് എൻ എക്കണോമിക് പ്രോബ്ലം പരീക്ഷയ്ക്ക് ചോദിച്ചാൽ നിങ്ങൾ പറയണം, എവറി കൺട്രി ഓർ പേഴ്സൺ ഹാസ് ലിമിറ്റഡ് റിസോഴ്സസ്. നമ്മളതിൽ റിസോഴ്സ് എന്ന് പറയുന്നപ്പോഴും ലിമിറ്റഡ് ആണ്. ഫോർ എക്സാമ്പിൾ ലാൻഡ്, ലേബർ, മണി എല്ലാം. സോ ഇറ്റ് മസ്റ്റ് ബി ഡിസൈഡഡ് ഹൗ ടു ബെസ്റ്റ് യൂസ് ദീസ് റിസോഴ്സസ് ടു മീറ്റ് ദ നീഡ്സ് ഓഫ് ദ പീപ്പിൾ, അല്ലേ? അപ്പോൾ ഇത് എങ്ങനെ യൂസ് ചെയ്താൽ നമുക്ക് മാക്സിമം അതിന് റിസോഴ്സ് ലാഭം ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഗുണം ഉണ്ടാക്കാം. അതിൽ നിന്നാണ് നമ്മൾ ബേസിക് എക്കണോമിക് പ്രോബ്ലം ഉണ്ടാകുന്നത്. ആ 3 പ്രോബ്ലമാണ് എന്തൊക്കെ? ഒന്ന് വാട്ട് ടു പ്രൊഡ്യൂസ്, മറ്റൊന്ന് ഹൗ ടു പ്രൊഡ്യൂസ്, മൂന്നാമത്തെയാണ് എന്ത്? ഫോർ ഹൂം ടു പ്രൊഡ്യൂസ്. എന്താണ്? ഫോർ ഹൂം ടു പ്രൊഡ്യൂസ്, ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണം. ഇതാണ് നമ്മൾ ആദ്യം പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതുവരെ പറഞ്ഞ കാര്യം ഓർമ്മയുണ്ടല്ലോ. ഒന്നാമത്തെ ചോദ്യം നമുക്കിപ്പോൾ പഠിക്കാം. ഓക്കെ, വാട്ട് ടു പ്രൊഡ്യൂസ്, എന്ത് പ്രൊഡ്യൂസ് ചെയ്യണം. ഓക്കെ, വാട്ട് ടു പ്രൊഡ്യൂസ്, അതാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ആദ്യം പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ ആണല്ലോ, നോക്കിക്കോ. എന്ത് സാധനം നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴും നമ്മൾ ആവശ്യങ്ങൾ എന്ത് ചെയ്യണം, പ്രയോറിറ്റൈസ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു. കാരണം എത്ര അളവിൽ, എങ്ങനെ, എന്ത് ഉൽപ്പാദിപ്പിക്കണം എന്ന് നമ്മൾ തീരുമാനിക്കണം. അത് നമ്മൾ തീരുമാനിച്ച് കഴിഞ്ഞാലാണ് പിന്നെ നമ്മൾ എന്തിലോട്ട് പോകുന്നത്, എത്ര അളവിൽ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യണം എന്നുള്ള കാര്യത്തിലോട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് നോക്കിയും, എ കൺട്രി ഹാസ് ടു ഡിസൈഡ് വിച്ച് ഗുഡ്സ് ആൻഡ് സർവീസസ് ടു പ്രൊഡ്യൂസ് യൂസിങ് ഇറ്റ്സ് അവൈലബിൾ റിസോഴ്സസ്. തന്നിട്ടുള്ള റിസോഴ്സ് വെച്ച് നമ്മൾ എത്ര സാധനമാണ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്, അതിൻ്റെ ക്വാണ്ടിറ്റി എത്രയാണ്, ഇപ്പോൾ എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ വെജിറ്റബിൾ ഗാർഡൻ, അല്ലേ, എന്ത് പച്ചക്കറിയാണ് നടേണ്ടത്, എത്ര അളവിലാണ് നമ്മൾ നടേണ്ടത്. അതുപോലെ നമ്മുടെ രാജ്യത്തിൻ്റെ ആവശ്യം അനുസരിച്ച്. ഇപ്പോൾ ഭക്ഷണത്തിന് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന രാജ്യമാണെങ്കിൽ കിട്ടുന്ന കാശിന് ആദ്യം ചെയ്യുന്ന എന്തായിരിക്കും, കൃഷി വികസിപ്പിക്കുക എന്നുള്ളത് ആയിരിക്കും, അല്ലേ. അതിലൂടെ ആഹാരങ്ങൾ കൂടുതൽ ഉൽപ്പാദിപ്പിച്ച് ആൾക്കാർക്ക് എന്തായിരിക്കും, കൂടുതൽ സാധനം ഉണ്ടാക്കണം. അതായത് ഒരിക്കലും അവിടെ എന്ത് ചെയ്യത്തില്ല, ഒരു ന്യൂക്ലിയർ പവർ പ്ലാന്റ് ഉണ്ടാക്കാൻ ഒരു രാജ്യം എന്ത് ചെയ്യത്തില്ല, ശ്രമിക്കത്തില്ല. അതാ പറയുന്നത്. ഓക്കെ, എ കൺട്രി മേ ചൂസ് ടു പ്രൊഡ്യൂസ് മോർ ഫുഡ് ഇഫ് ഇറ്റ് ഫേസസ് ഫുഡ് ഷോർട്ടേജ് ആൻഡ് ലെസ് ലക്ഷൂറിയസ് ഗുഡ്. ഇതാണ് സംഭവം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് സംഭവം. ഓക്കെ, ഡിസൈഡിങ് വാട്ട് ടു produce. Okay, every country or organization must decide what goods or services to produce using the limited resources. Repeat ചെയ്ത് പറയണം, സെയിം സാധനം തന്നെ. സ്കൂളിൻ്റെ നോൺ മീലിക് എക്സാമ്പിളാണ് ഞാൻ പറയുന്നത്. ഇനി വരുന്ന ചോദ്യം, നമ്മൾ എന്തിനാണ് നമ്മൾ ഇത്ര ബുദ്ധിമുട്ടി ചെയ്യുന്നത്, അല്ല ഇഷ്ടമുള്ളതൊന്നും ചെയ്തുകൂടെ? ഇഷ്ടമുള്ളത് പ്ലാനിങ് ഇല്ല, നമുക്ക് ഇഷ്ടമുള്ളത് ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഫെയിലാവും. നോക്കടാ, റിസോഴ്സസ് എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്, ലിമിറ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ നോക്കി, ഒന്നോ അതിലധികമോ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും നമ്മുടെ റിസോഴ്സിനെ മാക്സിമം കുറച്ച് മാത്രം സ്പെൻഡ് ചെയ്ത് വേണം എന്ത് ചെയ്യാൻ, തുടങ്ങാനായിട്ട്. നിങ്ങൾ സ്വയം ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് ആലോചിച്ചാൽ മതി. പിന്നെ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം നിങ്ങൾക്ക് തന്നെ കാണാതെ പറയാൻ പറ്റും. നോക്കടാ, റിസോഴ്സസ് എന്ന് പറയുന്നത് ലിമിറ്റഡ് ആണ്,
പക്ഷേ ഇവൻ്റെ നീഡ്സ് എന്ന് പറയുന്നത് എന്താണ്? അൺലിമിറ്റഡ് ആണ്. സോ നമ്മൾ എന്ത് ചെയ്യണം? അത് പ്ലാൻ ചെയ്യണം, വൈസായിട്ട് പ്ലാൻ ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് അതിൽ നിന്ന് ലാഭം ഉണ്ടാക്കിയെടുക്കാൻ പറ്റത്തുള്ളൂ. അതാണ് ഇവിടെ പറയുന്നത്. നോക്കിയേ, വി നീഡ് ടു പ്രയോറിറ്റൈസ് വാട്ട് വെജിറ്റബിൾസ് ഇൻ വാട്ട് ക്വാണ്ടിറ്റി ടു ബി പ്രൊഡ്യൂസ്ഡ് ഫോർ ദ സ്കൂൾ നോൺ മീൽ പ്രോഗ്രാം. Similarly, each country has to prioritize what to produce using the available resources. Once it is decided what to produce, the question now comes how much to produce എന്നത് relevant ആയിട്ട് വരും. A country has to produce many goods and services. If the country decided to produce more of any one commodity or services, it will have to limit the resources that can be used to produce another goods. എന്ന് വെച്ചാൽ ഒരു രാജ്യത്ത് നമ്മൾ റിസോഴ്സ് സ്പ്ലിറ്റ് നിങ്ങളെ വീട്ടിൽ തീരുമാനിച്ചാൽ മതി. നിങ്ങളുടെ അച്ഛൻ സാലറി വാങ്ങിച്ചു കഴിഞ്ഞുകൊണ്ട് തീരുമാനിക്കുകയാണ് ഞാൻ ഈ മാസം എന്ത് ചെയ്യുക, ഒരു പുത്തൻ iPhone 16 വാങ്ങാമെന്ന് വിചാരിച്ചാൽ ആ മാസം നിങ്ങളുടെ ഫീസ് അടപ്പം നടക്കത്തില്ല, കുടുംബം പട്ടിണിയായി പോകും. അത്രയേ ഉള്ളൂ സംഭവം. ഇതേക്കുള്ള എക്സാമ്പിൾ പറയാൻ പറ്റത്തില്ല. ഒരു രാജ്യം ചെയ്യുമ്പോഴും ഇങ്ങനെ തന്നെ നമ്മൾ ഒരു കൊമോഡിറ്റി പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ചിന്തിക്കണം അതിന് നമ്മൾ എത്ര പൈസ ഇറക്കുന്നോ അത്രയും പൈസ നമുക്ക് മറ്റൊന്നിലേക്ക് പിന്നെ മാറ്റി വയ്ക്കാൻ ഉണ്ടാവില്ല എന്ന ബോധം നമുക്കിവിടെ വേണം. ഓക്കെ, അപ്പോൾ കൺട്രി ഫേസിങ് ഫുഡ് ഷോർട്ടേജ് ഞാൻ പറഞ്ഞില്ല. ആഹാരത്തിന് ബുദ്ധിമുട്ടുന്ന രാജ്യം എപ്പോഴും എന്തായിരിക്കും? ഫുഡ് പ്രൊഡ്യൂസ് ചെയ്യാനായിരിക്കും. അപ്പോൾ ഒരിക്കലും ന്യൂക്ലിയർ പവർ പ്ലാന്റിലോട്ട് പോകത്തില്ല. അതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ഹൗ മെനി യൂണിറ്റ്സ് ഇഫ് ഇറ്റ് ഈസ് ഡിസൈഡഡ് ടു മാനുഫാക്ചർ ഇൻഡസ്ട്രി സെയിം സാധനം. ഓക്കെ, ദ കൺട്രി മസ്റ്റ് ടേക്ക് സച്ച് ഡിസിഷൻ ടു അച്ചീവ് ബാലൻസ്. അല്ലെ, നമ്മളെപ്പോഴും കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ ഈ ഒരു ബാലൻസ് ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. ഇതാണ് ഞാൻ കുറേ നേരമായിട്ട് എന്തെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. റിസോഴ്സ് എന്ന് പറയുന്നത് ലിമിറ്റഡ് ആണെന്ന് പറയുന്നതിൻ്റെ ഒക്കെ മീനിങ് ഇതാണ്. ഓക്കെ ആണല്ലോ, വലിച്ച് നീട്ടുന്നില്ല, ഞാൻ കാര്യത്തിലോട്ട് പോവുകയാണ്. ഓക്കെ, അടുത്ത ചോദ്യം ഇന്നത്തെ ക്ലാസ്സിൽ തന്നെ രണ്ടും കൂടി പറഞ്ഞ് നിർത്താമല്ലോ അല്ലേ, വെറുതെ എന്തിനാണ് വലിച്ചു നീട്ടുന്നത്. അടുത്തതാണ് ഹൗ ടു പ്രൊഡ്യൂസ് എന്ന് പറയുന്നത്. അല്ലെ, എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യാം? ഞാൻ പറഞ്ഞു, ഞാൻ ട്യൂഷൻ ക്ലാസ് ഇടുമ്പോൾ ഞാൻ എങ്ങനെയാണ് തുടങ്ങുന്നത്? ഒന്നിൽ എനിക്ക് ഞാൻ തന്നെ എല്ലാ വിഷയവും പഠിപ്പിക്കാം. അപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനൽ പോലെ അല്ലേ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്യണം കേട്ടോ. ഞാൻ കഷ്ടപ്പെട്ട് ഞാൻ ഒറ്റയ്ക്ക് ഇതെല്ലാം കൂടി ചെയ്യുന്നത്, ഞാനാ വീഡിയോ എടുക്കുന്നത്, ഞാനാ എഡിറ്റ് ചെയ്യുന്നത്, ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് കണ്ടോ. ഞാൻ പാവം കഷ്ടപ്പെടുകയില്ല, അപ്പോൾ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ നോക്കണം, നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, ഹൗ ടു പ്രൊഡ്യൂസ് എന്ന് വെച്ചാൽ നമുക്ക് രണ്ട് രീതി ചെയ്യാം. ഒന്ന്, ഞാൻ ഒറ്റയ്ക്ക് ഒരു ട്യൂഷൻ ക്ലാസ് തുടങ്ങുന്നു, അല്ലെങ്കിൽ ഞാൻ തുടങ്ങുന്നു, കുറേ സ്റ്റാഫിനെ ഞാൻ ജോലിക്ക് വയ്ക്കുന്നു. ഇങ്ങനെ രണ്ട് രീതിയല്ലേ ഉള്ളത്. ഒന്ന് മിനിമം ഇൻവെസ്റ്റ്മെൻറ്റ് തുടങ്ങാം, ഒന്ന് നല്ല ഇൻവെസ്റ്റ്മെൻറ്റിലും തുടങ്ങാം. ഇതാണ് സംഭവം. ഇതെവിടെ കണ്ടോ, ഇവിടെ കുറച്ച് ഫ്രണ്ട്സ് ചേർന്നിട്ട് ഒരു ചപ്പാത്തി കട ഉണ്ടാക്കി ചപ്പാത്തി പരത്തുന്നു. ഇവിടെ ആണെങ്കിൽ മെഷീൻ ചപ്പാത്തിക്ക്. അപ്പോൾ ഇവിടെ ഒരുപാട് പൈസ വേണം. അപ്പോൾ നമുക്ക് ഹൗ ടു പ്രൊഡ്യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കിക്കേ, വൺസ് എ കൺട്രി ഡിസൈഡഡ് വാട്ട് ടു പ്രൊഡ്യൂസ്, നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആയിരിക്കും എന്തെന്ന് ഹൗ ടു പ്രൊഡ്യൂസ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഏത് മെത്തേഡ് അല്ലെങ്കിൽ ഏത് ടെക്നിക്കാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ടെക്നിക്ക് രണ്ടെണ്ണേ ഉള്ളൂ. ഒന്ന് ലേബർ ഇൻറ്റൻസീവും, മറ്റൊന്ന് എന്താണ് കുറച്ചുകൂടി പൈസ മുടക്കുന്ന രീതി. അപ്പോൾ നോക്കിയേ, മെത്തേഡ് ഓഫ് പ്രൊഡക്ഷൻ രണ്ടെണ്ണം ഉള്ളത്. ഒന്ന് ലേബർ ഇൻറ്റൻസീവ് ടെക്നിക്കും, മറ്റൊന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാ ഇവിടെ കിടക്കുന്നു കണ്ടോ, ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ടെക്നിക്ക് എന്നും രണ്ട് രീതിയിലാണ് ഉള്ളത്. ഒന്ന് പൈസ കുറവാണ്, അപ്പോൾ നമ്മൾ ആളെയൊക്കെ ഇറക്കി ചെയ്യണം. ഓക്കെ, യൂസ് മോർ ലേബർ ആയിട്ട് ലെസ് ക്യാപിറ്റൽ. അപ്പോൾ നിങ്ങൾ ചോദിക്കും സാറേ ഈ ആളെ ഇറക്കുമ്പോൾ നമുക്ക് ശമ്പളം കൊടുക്കണ്ടേ? ഇവിടെ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്യൂഷൻ ക്ലാസ് മാത്രമല്ല, എന്ത് ബിസിനസ് ആയാലും ശരി, മെഷീനൊക്കെ ഇറക്കണമെങ്കിൽ നമുക്ക് നിറച്ച് ക്യാപിറ്റൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? പൈസ വേണം, നിറച്ച് പൈസ വേണം. അത്രയും പൈസ എന്തായാലും പണിക്കാർ കൂടുതൽ വെച്ച് ചെയ്യുമ്പോഴത്തേക്ക് ആവശ്യമില്ല. ഓട്ടോമേറ്റഡ് മെഷീൻസും കാര്യങ്ങളൊക്കെ വെച്ച് കൊണ്ടുവരുമ്പോൾ ഒരുപാട് പണച്ചിലവുണ്ടാവും. ചെറിയൊരു രീതിയിൽ തുടങ്ങുന്നതിനാണ് നമ്മൾ എന്തെന്ന് ഉദ്ദേശിക്കുന്നത്, ലേബർ ഇൻറ്റൻസീവ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവിടെ എന്തായിരിക്കും? ഇൻവോൾവ്സ് മോർ ലേബർ, ലിമിറ്റഡ് മെഷീൻസ് ആയിരിക്കും, അതുപോലെ തന്നെ സമയം കൂടുതലെടുക്കും, എക്കോ ഫ്രണ്ട്ലി ആയിരിക്കും, കൂടുതൽ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസും ക്രിയേറ്റ് ചെയ്യും. അതാണ് അതിൻ്റെ ഗുണങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ എന്തായിരിക്കും? ലേബേഴ്സിൻ്റെ എണ്ണം കൂടുതലായിരിക്കും, മെഷീൻസ് കുറവായിരിക്കും, പക്ഷേ സമയമെടുക്കും അല്ലെ, ആൾക്കാർ ചെയ്യുമ്പോഴത്തേക്കും അതിന് സമയമെടുക്കും, എക്കോ ഫ്രണ്ട്ലി ആയിരിക്കും, എംപ്ലോയ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യും. ഹാൻഡ് മെയ്ഡ് ചപ്പാത്തിയും ട്രഡീഷണൽ ഫാമിങ്ങും പോട്ടറി വീവിങ്ങും ഒക്കെ ഇതിന് ഉദാഹരണങ്ങളാണ്. സ്മോൾ സ്കെയിലായിരിക്കും പലപ്പോഴും ഇത്. ഇനി ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ടെക്നിക്ക് എന്ന് വെച്ചാൽ എന്തായിരിക്കും? നമ്മൾ കൂടുതൽ കാശ് ഇറക്കിയായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ എന്തായിരിക്കും? ലേബേഴ്സിൻ്റെ എണ്ണം കുറച്ച് മതിയായിരിക്കും, മോഡേൺ ടെക്നോളജി നമ്മൾ യൂസ് ചെയ്യും, പ്രൊഡക്ഷൻ്റെ സ്പീഡും പ്രൊഡക്ടിവിറ്റിയും ഭയങ്കര കൂടുതലായിരിക്കും, ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രികൾക്കായിരിക്കും ഇത് നല്ലതെന്ന് പറയുന്നത് അല്ലേ. നമ്മൾ ഇവിടെ ടെക്സ്റ്റ് ബുക്കിൽ കണ്ടതുപോലെ ഇവിടെ കാണുന്ന ഈ മെഷീൻ ചപ്പാത്തിയുടെ പരിപാടി, അതുപോലെ തന്നെ കണ്ടോ ഇവിടെ കൃഷി ചെയ്യുമ്പോൾ തന്നെ ഇവിടെ കണ്ട ഇവിടെ മറ്റേ മെഷീനൊക്കെ കൊണ്ടുവന്ന് ചെയ്യുന്ന പരിപാടി, അതൊക്കെ ഇതിനകത്ത് വരും. അപ്പോൾ എപ്പോഴും നമ്മൾ സൂക്ഷിച്ച് വേണം നമ്മൾ ഈ ടെക്നിക്ക് ഏതെന്ന് ചൂസ് ചെയ്യാൻ. ഓക്കെ, നമ്മളെപ്പോഴും സൂക്ഷിച്ച് വേണം എന്ത് ചെയ്യാൻ, ടെക്നിക്ക് ചൂസ് ചെയ്യാൻ. ഇവിടെ പാളിപ്പോയാൽ മൊത്തത്തിൽ പണി കിട്ടും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റിസോഴ്സ് ലിമിറ്റഡ് ആണ്. ദ ചോയ്സ് ഡിപ്പെൻഡ്സ് ഓൺ ദ അവൈലബിൾ റിസോഴ്സസ് അല്ലേ. ഇഫ് മോർ ലേബർ ഈസ് അവൈലബിൾ, നമ്മൾ ലേബർ ഇൻറ്റൻസീവ് യൂസ് ചെയ്യണം, പൈസ കുറച്ച് കുറവായിരിക്കും. മോർ മെഷീൻസ് ആണ് അവൈലബിൾ എന്ന് വെച്ചാൽ നമ്മളതിൽ നിറച്ച് കാശുണ്ടെങ്കിൽ നമുക്കിത് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മളെപ്പോഴും നീഡ് ഓഫ് ദ പീപ്പിളും കോസ്റ്റ് എഫക്റ്റീവ്നെസ്സും റിസോഴ്സിൻ്റെ അവൈലബിലിറ്റിയും അറിഞ്ഞിട്ട് വേണം എന്ത് ചെയ്യാൻ, ഇത്തരം കാര്യങ്ങൾ ചൂസ് ചെയ്യാനായിട്ട്. അതാണ് ഇവിടെ പറയുന്നത്. നോക്കിയേ,
നോക്കണം. ദ മെത്തേഡ് ഓഫ് പ്രൊഡക്ഷൻ യൂസിങ് മോർ ലേബർ ആൻഡ് ലെസ് ക്യാപിറ്റൽ ഈസ് കോൾഡ് ലേബർ ഇൻറ്റൻസീവ്. മറ്റേ നമ്മൾ വിളിക്കുന്നതാണ് എന്ത്, ക്യാപിറ്റൽ ഇൻറ്റൻസീവ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഹൗ ടു പ്രൊഡ്യൂസ് ഈസ് എ പ്രോബ്ലം റിലേറ്റഡ് ടു ദ ചോയ്സ് ഓഫ് ദ ടെക്നോളജി. അല്ലെ, നമ്മളത് എന്ത് നമുക്ക് അവൈലബിൾ ആണ് എന്നതനുസരിച്ച് അടിസ്ഥാനപ്പെടുത്തി വേണം നമ്മളിത് ചെയ്യാനായിട്ട്. ഓക്കെ, ഇതാ കണ്ടോ, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഞാൻ നേരത്തെ പറഞ്ഞു തന്നു. എന്തായിരിക്കും? ലേബേഴ്സിൻ്റെ എണ്ണം കൂടുതലായിരിക്കും. ലേബർ ഇൻറ്റൻസീവിൽ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ലോ ക്യാപിറ്റൽ യൂട്ടിലൈസേഷൻ ആയിരിക്കും. എന്ന് വെച്ചാൽ കൂടുതൽ പൈസ നമ്മൾ തുടക്കത്തിൽ ഇറക്കേണ്ട ആവശ്യമില്ല. സമയം പക്ഷേ കൂടുതലായിരിക്കും, അല്ലേ? കാരണം ഓരോന്നും ഉൽപ്പാദിപ്പിക്കാൻ മനുഷ്യരാണ്. എഫിഷ്യൻസി മെഷീൻ്റെ അത്രയും വരത്തില്ല. എക്കോ ഫ്രണ്ട്ലി ആണ്. ടെക്നോളജി കുറച്ച് മാത്രമേ ഉപയോഗിക്കത്തുള്ളൂ. ഇത് പരീക്ഷയ്ക്ക് ചോദിക്കുകയും ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ആണെങ്കിൽ എന്തായിരിക്കും? ലേബേഴ്സിൻ്റെ അളവ് കുറവായിരിക്കും. ആദ്യമേ കുറച്ച് പൈസ മുടക്കി നമ്മൾ മെഷീൻസൊക്കെ കൊണ്ടുവന്നാണ് ചെയ്യുന്നത്. ക്യാപിറ്റൽ അപ്പോൾ ഒരുപാട് സ്പെൻഡ് ആവും. ടെക്നോളജി കൂടുതലായതുകൊണ്ട് തന്നെ പ്രൊഡക്ടിവിറ്റി ഭയങ്കര കൂടുതലായിരിക്കും. കാരണം മെഷീനാണ്, ക്ഷീണിക്കത്തൊന്നുമില്ലല്ലോ. ടെക്നോളജി കൂടുതലായി ഡിപ്പെൻഡ് ചെയ്യുന്നതുകൊണ്ട് സമയം എന്ന് പറയുന്നത് എന്തായിരിക്കും? കുറവ് ആയിരിക്കും. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതാണ് സംഭവം. ലാസ്റ്റ് തീർന്നു വേറൊന്നുമില്ല. നെക്സ്റ്റ് വരുന്നതാണ് എന്താ? ഇവിടുത്തെ ഈ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ഞാൻ തന്നിട്ടുള്ളത്. ഓക്കെ, ലിസ്റ്റ് ദ പ്രൊഡക്ഷൻ ആക്ടിവിറ്റീസ് ഇൻ യുവർ ഏരിയ യൂസിങ് ലേബർ ഇൻറ്റൻസീവ് ആൻഡ് ക്യാപിറ്റൽ ഇൻറ്റൻസീവ്. നമ്മുടെ ചുറ്റുവട്ടത്തുള്ളതാണ് പറയുന്നത്. ഓക്കെ, ലേബർ ഇൻറ്റൻസീവ് ആയിട്ടുള്ള നമ്മുടെ നാട്ടിലൊക്കെ നടക്കുന്നതിന് ഉദാഹരണമാണ് ഒന്ന് കൃഷി, അല്ലേ? ഹാൻഡ് വീവിങ്, സ്ട്രീറ്റ് ഫുഡുകൾ, ബ്രിക്ക് മേക്കിംഗ്, കോക്കനട്ട് പ്ലക്കിംഗ്. ഇതൊക്കെ എന്താണ്? ആൾക്കാർ തന്നെ ചെയ്യുന്ന കാര്യമാണ്. ഇവിടുന്ന് മെഷീനൊന്നും അധികം വരുന്നില്ല. നേരെ മറിച്ച് റൈസ് മില്ല്, പ്ലാസ്റ്റിക് ഫാക്ടറി, മെഷീനൈസ്ഡ് ഫാമിംഗ് യൂസിങ് ട്രാക്ടർ, മറ്റു കാര്യങ്ങളും, ഫുഡ് പാക്കിംഗ് ഇൻഡസ്ട്രി, സിമെൻറ്റ് ഫാക്ടറി, ഇതൊക്കെ എന്തായിരിക്കും? ഇത് ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ബിസിനസ്സുകൾക്ക് ഉദാഹരണം ആയിരിക്കും. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ എക്കണോമിക്, അതുപോലെ അവസാനത്തെ എക്കണോമിക് പ്രോബ്ലത്തെ പറ്റി നമ്മൾ പഠിക്കുകയാണ്. ഫോർ ഹൂം ടു പ്രൊഡ്യൂസ്, ആർക്ക് വേണ്ടിയാണ് നമ്മളിത് നടത്തേണ്ടത് എന്ന് വെച്ചാൽ നമ്മളിത് വിൽക്കുന്നത് ആർക്കായിരിക്കും? വിറ്റിട്ട് നമുക്ക് കാശ് കിട്ടണം. ആ കാശ് നമ്മൾ ആർക്കൊക്കെ കൊടുക്കും? ഈ രണ്ട് കാര്യങ്ങളാണ് ഇവിടെ വരുന്നത്. ഓക്കെ, ഞാനിപ്പോൾ വീണ്ടും എൻ്റെ ട്യൂഷൻ ക്ലാസ് ഞാൻ നിൽക്കുകയാണേ. ഞാനൊരു ട്യൂഷൻ ക്ലാസ് തുടങ്ങി. അവിടെ എത്ര പേരുണ്ട്? 4 സാറന്മാർ, 4 സ്റ്റാഫിനെ ഞാൻ വച്ചു. ഞാൻ ട്യൂഷൻ ക്ലാസ് നടത്തുകയാണ്. അപ്പോൾ ഞാൻ നടത്തുന്നതിൻ്റെ മുമ്പേ ഞാൻ തീരുമാനിക്കേണ്ട കാര്യമാണ്. ഞാൻ സ്റ്റാഫിനെയൊക്കെ വയ്ക്കാൻ തീരുമാനിച്ചു. അപ്പോൾ ഞാൻ തീരുമാനിക്കണം, ഞാനിത് ആർക്ക് വേണ്ടി നടത്തണം. ഞാൻ പറയും, ഇപ്പോൾ ഉള്ളത് വെച്ചിട്ട് ലാഭം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ +1 +2 പിള്ളേർക്ക് എന്ത് പഠിപ്പിച്ചു കൊടുത്താൽ മതി? നീറ്റ് എക്സാമിൻ്റെയൊക്കെ കോച്ചിങ്, എൻട്രൻസ് കോച്ചിങ് ആണ് ഇപ്പോൾ മാരക ലാഭം. കാരണം അതാകുമ്പോൾ എനിക്ക് കുറേ കുട്ടികളെ കിട്ടും. ആ കുട്ടികളിൽ നിന്ന് നല്ല എമൗണ്ട് എനിക്ക് എന്ത് കിട്ടും? ഫീസ് കിട്ടും. അപ്പം ഞാൻ തീരുമാനിക്കണം, ഒരു കുട്ടിക്ക് ഞാൻ എത്ര രൂപ ഫീസ് വാങ്ങേണ്ട. അപ്പോൾ ഞാൻ ആലോചിക്കും, എനിക്ക് എന്തൊക്കെയാണ് ചിലവുള്ളത്. ഞാൻ എൻ്റെ ചിലവിനെ ഒന്ന് നോക്കാൻ പോവുകയാണെ. ശ്രദ്ധിച്ചോളേ, ഞാനൊരു ബിൽഡിംഗ് എടുത്തേക്കാണ്. അപ്പോൾ ഈ ലാൻഡ് ഉണ്ട്, അല്ലേ? ഈ ലാൻഡിന് എനിക്ക് എന്ത് കൊടുക്കണം? റെൻറ്റ് കൊടുക്കണം. അപ്പോൾ ഈ റെൻറ്റിൻ്റെ പൈസ കവർ ആവണം. അടുത്ത് എനിക്ക് കുറേ ജോലിക്കാരുണ്ട്, അല്ലേ? ഇവർക്ക് ഞാൻ എന്ത് കൊടുക്കണം? ശമ്പളം കൊടുക്കണം. വേജസ് ഒന്ന് എടുക്കാം. ഓക്കെ, പിന്നെ ഞാൻ ഈ പറയുന്ന എന്താണ്, ബിൽഡിംഗ് ഉണ്ടാക്കാനും അതുപോലെ തന്നെ ഇവിടുത്തെ മറ്റേ LCD സ്ക്രീനും AC ഒക്കെ വയ്ക്കാൻ വേണ്ടിയിട്ട് എനിക്ക് കുറച്ച് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റാണ്. അപ്പോൾ ഈ ക്യാപിറ്റൽ എനിക്ക് എന്ത് ചെയ്യണം? അതിനുള്ള പൈസ എനിക്ക് തിരിച്ച് കിട്ടണം. ഓക്കെ, അതുപോലെ എനിക്ക് എൻ്റർപ്രണർഷിപ്പ് എന്നാണ് നമ്മളിതിനെ വിളിക്കുന്നത്. ഞാനല്ലേ അത് നടത്തുന്ന ആൾ. അപ്പോൾ എനിക്കെന്ത് വേണം? എനിക്ക് പ്രോഫിറ്റ് വേണം. ഞാൻ ഈ ക്യാപിറ്റലിന് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻട്രസ്റ്റ് എനിക്ക് എന്ത് ചെയ്യണം? ഇതിൽ നിന്ന് പിരിഞ്ഞ് കിട്ടണം. അപ്പോൾ ഇതിന് ഇത്രയും കൊടുക്കത്തക്ക രീതിയിലായിരിക്കും ഞാൻ ഇവിടുന്ന് എന്ത് തീരുമാനിക്കുന്നത്? ഫീസും എന്ത് കോഴ്സ് കൊടുക്കണം എന്നതും തീരുമാനിക്കേണ്ടത്. സോ ഞാൻ ഫോർ ഹൂം ടു പ്രൊഡ്യൂസ് എന്ന് ചോദിച്ചാൽ ആളാരെന്ന് ഞാൻ തീരുമാനിക്കുന്നത് എന്തിനെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും? എനിക്ക് എന്തൊക്കെ ചിലവുണ്ട് എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും. ആണോ അല്ലേ? അതാണ് ഇവിടുത്തെ മെയിൻ സംഭവം എന്ന് പറയുന്നത്. നോക്കടാ, ഫോർ ഹൂം ടു പ്രൊഡ്യൂസ് എന്ന് പറയുമ്പോൾ നോക്കിയേ, വൺസ് വി ഡിസൈഡ് വാട്ട് ആൻഡ് ഹൗ ടു പ്രൊഡ്യൂസ്, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്? ഹൂ വിൽ ഗെറ്റ് ദ ഗുഡ്സ് ആൻഡ് ദ സർവീസസ് പ്രൊഡ്യൂസ്ഡ്, അല്ലേ? നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നത് ആർക്കൊക്കെയാണ്? ഈ ഗുഡ്സും സർവീസും നമ്മൾ ആർക്ക് കൊടുക്കും? അതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? ഇതിനെയാണ് നമ്മൾ ഫോർ ഹൂം ടു പ്രൊഡ്യൂസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് റെഫേഴ്സ് ടു ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് എമംഗ് പീപ്പിൾ ഇൻ ദ സൊസൈറ്റി. എന്ന് വെച്ചാൽ ഇതൊന്ന് കേട്ട് നിങ്ങൾ പേടിക്കേണ്ട, ഇത് ഇത്രയേ ഉള്ളൂ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നമ്മൾ എന്ത് സാധനം ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ അതിൽ കുറച്ച് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഉണ്ട്. ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസേഷൻ അഥവാ എൻ്റർപ്രണർഷിപ്പ് എന്ന് പറയും. ഇതൊക്കെയാണ് ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസേഷൻ അഥവാ എൻ്റർപ്രണർഷിപ്പ്. ഇവർക്ക് ഉൽപ്പാദിപ്പിക്കുന്ന ആൾ പൈസ കൊടുക്കണം. അപ്പോൾ അയാൾക്ക് കിട്ടുന്ന പൈസ, അല്ലെങ്കിൽ അയാൾക്ക് ഇവർക്ക് കൂടി കൊടുക്കാൻ പറ്റുന്ന രീതിക്ക് പൈസ കിട്ടുന്ന രീതിയിൽ വേണം ഞാൻ എന്ത് ചെയ്യാൻ? ആർക്കിത് വിൽക്കണമെന്ന് തീരുമാനിക്കാനായിട്ട്. അതായത് പ്രൊഡക്ഷൻ ഷുഡ് ബെനിഫിറ്റ് ഫോർ ഓൾ ദ പീപ്പിൾ ആൻഡ് നോട്ട് ജസ്റ്റ് എ ഫ്യൂ, അല്ലേ? ഇത് ഒരാൾക്ക് ബെനിഫിറ്റ് ഉണ്ടായാൽ പോരാ, എനിക്ക് മാത്രം പോരാ. ഞാൻ എൻ്റെ ലേബേഴ്സിനും അതുപോലെ തന്നെ ലാൻഡ് തന്നാൾക്ക് റെൻറ്റോ കൊടുത്തില്ലെങ്കിൽ ഈ ബിസിനസ് പൊളിയും.
അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നോക്കിയേ, ദ കൺട്രി മസ്റ്റ് പ്ലാൻ, ഇത് രാജ്യത്തിൻ്റെ ലെവലാകുമ്പോൾ എന്ത് ചെയ്യണം, എവറി വൺസ് നീഡ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കണം, മെറ്റ് ചെയ്യണം, എസ്പെഷ്യലി ദ പൂർ ആൻഡ് ദ നീഡി. അതാണ് ഫെയർനെസ്സും ജസ്റ്റിസും ഇവിടെ ഉണ്ടാവണമെങ്കിൽ ഈ രീതിക്കായിരിക്കണം. എന്ന് വെച്ചാൽ ഇപ്പോൾ ആലോചിച്ച് നോക്കിയേ, ഞാനിങ്ങനെ തുടങ്ങുന്നു, ഞാൻ എന്നിട്ട് കിട്ടുന്ന കാശ് എൻ്റെ ഈ പറയുന്ന എൻ്റർപ്രണർഷിപ്പിന് വേണ്ടി മാത്രം ചിലവാക്കിയാൽ ക്യാപിറ്റൽ അടയ്ക്കാൻ പറ്റത്തില്ല, ബാങ്ക് ലോൺ നേരെ നടക്കത്തില്ല, എൻ്റെ ജോലിക്കാർക്ക് കാശ് കൊടുക്കാൻ പറ്റത്തില്ല, ലാൻഡിന് എന്ത് ചെയ്യത്തില്ല, സ്പെൻഡ് ആകാൻ പറ്റത്തില്ല. ഇത് ഞാനൊരു ചെറിയ എക്സാമ്പിൾ പറഞ്ഞത്. ഇത് രാജ്യം ചെയ്യുമ്പോൾ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ, ആ രാജ്യത്തുള്ള ജനങ്ങൾക്കെല്ലാം ഗുണം കിട്ടണ്ടേ? കാരണം ആ രാജ്യത്തുള്ളവർ തന്നെയാണ് അവിടുത്തെ പ്രൊഡക്ഷനിൽ പങ്കെടുക്കുന്നതും ആ രാജ്യത്തുള്ളവർ തന്നെയാണ് അത് വാങ്ങുകയും ചെയ്യുന്നത്. അപ്പോൾ രണ്ടു പേർക്കും എന്താവണം, അത് ഈക്വലായിട്ട് പോകുന്ന രീതിയിലായിരിക്കണം. അപ്പോൾ ഇത് രണ്ടും കൂടി ബാലൻസ് ആവുന്ന ഒരു എമൗണ്ടിലായിരിക്കും ഞാൻ എന്ത് ചെയ്യുന്നത്, എൻ്റെ സാധനങ്ങൾ എന്ത് ചെയ്യുന്നത്, ഞാൻ എൻ്റെ സാധനങ്ങളെ വിറ്റ് കളയുന്നത് ആണോ, അല്ലെങ്കിൽ വിൽക്കുന്നത്, അല്ലെങ്കിൽ ഞാനിത് തീരുമാനിക്കേണ്ടത് ആണോ അല്ലേ? ഇതിനാണ് നമ്മൾ ഫോർ ഹൂം ടു പ്രൊഡ്യൂസ് എന്ന് പറയുന്നത്. ഓക്കെ, പ്രൊഡക്ഷൻ ഷുഡ് ബി ഡൺ ടു മീറ്റ് ദ നീഡ് ഓഫ് ദ പീപ്പിൾ. ആൾക്കാരുടെ നീഡ്സ് ഫുൾഫിൽ ചെയ്യണം എന്ന് വെച്ചാൽ അതിൽ വാങ്ങുന്നവൻ മാത്രമല്ല, വിൽക്കുന്നവൻ്റെ പുറകെ നിൽക്കുന്നവനും ഉൾപ്പെടും. ദ ക്വസ്റ്റ്യൻ ഫോർ ഹൂം ടു പ്രൊഡ്യൂസ് മീൻസ് ഹൗ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ആർ ഡിസ്ട്രിബ്യൂട്ടഡ് എമംഗ് ദ പീപ്പിൾ. അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുമ്പോൾ ഒരു വശത്തല്ല, സാധനം മാത്രം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. സാധനം വിറ്റ് കിട്ടുന്ന കാശ് ഈ ഓണർ ആർക്കൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും എന്നതും ഇവിടെ എന്ത് ചെയ്യും, ഉൾപ്പെടുമെന്ന് മനസ്സിലാക്കുക. സോ പ്രൊഡക്ഷൻ ആക്ടിവിറ്റീസ് should be planned in such a way that available resources are utilized to benefit everyone in the society. അത് എല്ലാവർക്കും ബെനിഫിഷ്യലായിട്ട് മാറണം എന്നതുകൂടി ഇവിടെ ശ്രദ്ധിക്കണം. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ ഒരു കാര്യം പറയുന്നു, നമ്മൾ പറഞ്ഞല്ലോ, നമ്മൾ ആഹാരത്തിന് ബുദ്ധിമുട്ടുള്ള ഒരു രാജ്യമാണെന്ന് വിചാരിക്കാം. ആ രാജ്യത്ത് ഫോർ ഹൂം ടു പ്രൊഡ്യൂസ് എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ നിന്ന് ലക്ഷറിയസ് ആയിട്ടുള്ള ഗുഡ്സ് ഉണ്ടാക്കിയിട്ട് മാർക്കറ്റിൽ ഇറക്കിയെന്ന് പറഞ്ഞ് അത് ആരെങ്കിലും വാങ്ങാൻ പോകുന്നുണ്ടോ? ഇല്ല. അതുകൊണ്ട് വലിയ ഗുണം ഉണ്ടാവുന്നുണ്ടോ? ഇല്ല. കാശുകാരായ കുറച്ച് പേർക്ക് മാത്രം ഗുണമുണ്ടാവും, ബാക്കിയുള്ളവർ ഗുണം ഉണ്ടാവുമോ? ഇല്ല. അപ്പോൾ ആ സാധനങ്ങൾ വിറ്റ് പോകുമോ? ഇല്ല. അപ്പോൾ രാജ്യവും നഷ്ടത്തിലോട്ട് പോകും. അപ്പോൾ ഇതിനെപ്പോഴും ഒരു ബാലൻസ് ഉണ്ടാവണം. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ആർക്ക് എന്താണോ ആവശ്യം അതറിഞ്ഞ് വേണം നമ്മൾ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ട്. നല്ല ഡെവലപ്ഡായ രാജ്യം, അവിടെ നമ്മൾ റേഷൻ കടയിൽ നിന്ന് മുന്നേ കുറഞ്ഞ വിലയ്ക്ക് ഗോതമ്പ് അരിയും കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അവിടെ എല്ലാവർക്കും കാശുണ്ട്, അവർക്ക് പൈസ കൊടുത്ത് വാങ്ങാൻ പറ്റും. അപ്പോൾ നമ്മൾ അവിടെ ഒരു പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റമോ റേഷൻ കടയിൽ തുടങ്ങുന്നൊരു ഗുണമുണ്ടോ? ഇല്ല. അപ്പോൾ അറിഞ്ഞ് വേണം കാര്യങ്ങൾ ചെയ്യാനായിട്ട്. ഓക്കെ, ഗുഡ്സ് ആൻഡ് സർവീസസ് ആർ പ്രൊഡ്യൂസ്ഡ് ത്രൂ ദ കമ്പൈൻഡ് ആക്ഷൻ ഓഫ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ സച്ച് എസ് ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ ആൻഡ് ഓർഗനൈസേഷൻ. ഇഫ് ഇറ്റ് ഈസ് സോ, ദെൻ ദ വാല്യൂ ഓഫ് ദ ഗുഡ്സ് പ്രൊഡ്യൂസ്ഡ് ഹാസ് ടു ബി ഡിസ്ട്രിബ്യൂട്ടഡ് ടു ദ ബേസിസ് ഓഫ് ദ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് അക്കോർഡിംഗ് ടു ദെയർ ഷെയർ. ഇതാണ് ഞാൻ നേരത്തെ എക്സാമ്പിളിൽ പറഞ്ഞത്. ഒരു പ്രോഡക്റ്റിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്, a product value must be distributed as rent to the land, wage to the labor, interest to the capital and profit to the organization. That means how the income from the production distributed is also important. ഇതാണ് ഞാൻ പറഞ്ഞ കാര്യം. അപ്പോൾ നമ്മളൊരു സാധനം ആർക്ക് വേണ്ടി പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ രണ്ട് കാര്യങ്ങൾ നോക്കണം. ഒന്ന്, നമ്മൾ കൊടുക്കുന്ന ആളിൽ നിന്ന് കിട്ടുന്ന വരുമാനം ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റണം. ഒന്ന്. രണ്ട്, ആ പറയുന്ന സാധനം ഞാൻ തന്നെ ചിന്തിച്ച് നോക്കി, എൻ്റെ നാട്ടിൽ നീറ്റ് പഠിക്കാൻ കുട്ടികളില്ലെങ്കിൽ ഞാൻ അവിടെ തുടങ്ങിയിട്ട് കാര്യമുണ്ടോ? ഇല്ല. എങ്കിൽ ഞാൻ അവിടെ എന്ത് ചെയ്യണം? ഞാൻ സ്കൂൾ ട്യൂഷൻ തുടങ്ങണം. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. സോ അതറിഞ്ഞ് വേണം ചെയ്യാൻ. ഇത്രയേ ഉള്ളൂ. ഇതാണ് സംഭവം എന്ന് പറയുന്നത്. ഓക്കെ, ഇതുകൂടെ പറഞ്ഞിവിടെ ഞാൻ നിർത്തുകയാണ്. ക്ലാസ്സിന് ലെങ്ത് കുറച്ച് കൂടിയെന്ന് എനിക്ക് തോന്നുന്നു. എക്സ്പ്ലെയിൻ ചെയ്യാതെ പറ്റത്തില്ല. എക്കണോമിക്സ് ഇങ്ങനെ പറ്റത്തുള്ളൂ. ഇനി നമ്മൾ എക്കോണമി എന്താണെന്നും ടൈപ്പ് ഓഫ് എക്കോണമി എന്താണെന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഇന്നിപ്പോൾ ഇത്രയും മതി. സോ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കുമായിട്ട് കാണാം.